Morning, my dear students. Today we are going to discuss about the new chapter from the macro side, the 9th chapter, that is money and banking. ഒരു എക്കോണമിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിനെ വളരെ അത്യാവശ്യമാണ് പണവും അതേപോലെ തന്നെ ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ദ എവല്യൂഷൻ ഓഫ് മണി എന്ന് പറയുന്ന ഭാഗമാണ്. എവല്യൂഷൻസ് ഓഫ് മണി, പണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം എക്കോണമിയിലേക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളിൽ നിന്ന് മെറ്റലുകളിൽ നിന്ന് സാധനങ്ങളിലേക്ക്, അല്ലെങ്കിൽ CMC എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ദെൻ പണം എന്ന് പറയുന്ന അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് കണ്ടെത്തുകയും സാധനങ്ങൾക്ക് പകരം പണം നൽകുകയും പണങ്ങൾക്ക് പകരം സാധനങ്ങൾ നൽകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറി. ഇന്നത്തെ ഒരു സിസ്റ്റം പറയുകയാണെങ്കിൽ ഇന്ന് പ്ലാസ്റ്റിക് എക്കോണമി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റംസ് ആണ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സിസ്റ്റമാണ്, നമ്മൾ ഡിജിറ്റൽ ക്യാഷ് നടക്കുന്ന സിസ്റ്റമാണ്. അങ്ങനെ പണത്തിന് ഇന്ന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു സിസ്റ്റമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കോവിഡ് സിറ്റുവേഷൻ കാലഘട്ടത്തിലൊക്കെ നമുക്ക് അറിയാവുന്നത് പണം അല്ലെങ്കിൽ അതിനെ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ എന്നുള്ള രൂപത്തിലേക്ക് കൂടുതലായിട്ട് മാറിയിരിക്കുന്നു. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോവാം. ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നതാണ്. ബാർട്ടർ സിസ്റ്റം നിങ്ങൾക്ക് പിക്ചറൈസേഷനിൽ നോക്കിയാൽ തന്നെ കാണാം. സാധനങ്ങൾക്ക് പകരം മറ്റൊരു സാധനങ്ങൾ നൽകുന്ന ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം. അതിൻ്റെ ഡീറ്റെയിൽ മേഖലയിലേക്ക് പോവാം. ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്, ബാർട്ടർ സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ചിങ് വിച്ച് ദ കൊമോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ കൊമോഡിറ്റീസ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഗുഡ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ്. That is the meaning related to barter system. Therefore, it is known as CC economy എന്നുള്ള രീതിയിലേക്ക് മാറി. CC അല്ലെങ്കിൽ the commodity in which commodities are exchanged for money is called CMC. അതായത് സാധനങ്ങൾ കൊമോഡിറ്റിയിൽ നിന്ന് പണത്തിലേക്ക് മാറുന്നു, പണത്തിൽ നിന്ന് വീണ്ടും കൊമോഡിറ്റിയിലേക്ക് മാറുന്ന ഒരു സിസ്റ്റം വന്നു. അപ്പോൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബാർട്ടർ സിസ്റ്റം കഴിഞ്ഞാൽ അടുത്തത് ബാർട്ടർ സിസ്റ്റം. നമുക്ക് എന്തുകൊണ്ടാണ് ബാർട്ടർ സിസ്റ്റം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ആ സിസ്റ്റം എന്തുകൊണ്ട് ഡ്രോബാക്ക് ആയി അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ട്രാൻസാക്ഷൻ, സാധനങ്ങൾക്ക് പകരം പണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം എങ്ങനെ എക്കോണമിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഡ്രോബാക്സ് എന്ന് മനസ്സിലാക്കുന്നത്. ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ദ ഫസ്റ്റ് വൺ, ദ ആബ്സെൻസ് ഓഫ് ഡബിൾ കോഇൻസിഡൻസ് ഓഫ് വൺ. ആ പോയിന്റ്, ആബ്സെൻസ് ഓഫ് ഡബിൾ കോഇൻസിഡൻസ് ഓഫ് വൺ. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ആപ്പിളും അദ്ദേഹം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ പൈനാപ്പിളുമാണ് എന്നുണ്ടെങ്കിൽ, മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ബുക്കും അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് വേറെ ഏതെങ്കിലും വസ്തുവാണെങ്കിൽ, ഈ രണ്ടാൾക്കാരും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ സപ്പോസ് എനിക്ക് എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് ആപ്പിൾ നൽകിക്കൊണ്ട് എനിക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്നുള്ള എനിക്കിഷ്ടപ്പെട്ടൊരു സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയണമെന്നില്ല. അതേപോലെ തന്നെ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിച്ചുള്ള പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മറ്റൊരു സാധനം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയണമെന്നില്ല. അതാണ് ആബ്സെൻസ് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് എനിക്ക് ആരാണോ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അയാൾക്ക് കഴിയണമെന്നില്ല. അതേപോലെ തന്നെ അയാളുടെ ആഗ്രഹം പ്രകാരമുള്ള ഒരു ഗുഡ് എൻ്റെ കയ്യിൽ നിന്ന് അയാൾക്ക് ലഭിക്കാനും സാധ്യത കുറവാണ്. അതാണ് ബാർട്ടർ സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ദ ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. ബാർട്ടർ സിസ്റ്റത്തിന്റെ മറ്റൊരു പോരായ്മയാണ് കോമൺ മെഷർ ഓഫ് വാല്യൂ. ഒരു വസ്തുക്കൾക്ക്, ഏതൊരു പ്രോഡക്റ്റുകളായാലും ഏതൊരു വസ്തുക്കളായാലും, ഇപ്പോൾ കന്നുകാലികളായാലും വേണ്ടില്ല, അതേപോലെ തന്നെ മറ്റു ഏതെങ്കിലും വസ്തുക്കളായാലും വേണ്ടില്ല, ആ വസ്തുക്കൾക്കൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് വാല്യൂ, അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ആ സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാട്ടർ സിസ്റ്റത്തിന്റെ ഒരു നെഗറ്റീവാണ്. അതേപോലെ തന്നെ ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. ഒരു വസ്തുവിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, ദ വാല്യൂ ഓഫ് എ കമോഡിറ്റി സ്റ്റോർ ഇൻ വിച്ച് ടേം, ആ ടേം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പണം എന്ന് പറയുന്നതാണെങ്കിൽ നമുക്കൊരു വസ്തുവിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് പണത്തിനാണെന്ന് പറയാം. ഇവിടെ പണം ഉണ്ടായിരുന്നില്ല, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു ഡ്രോബാക്സ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഡിഫിക്കൽട്ടി ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്സ്.
ഡെഫേർഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പേയ്മെന്റ് എന്നാണ് അർത്ഥം. ഫ്യൂച്ചർ പേയ്മെന്റ്, നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ആ വ്യക്തിയോട് പറയാണ് ഇന്ന ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ 2 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ നമ്മൾ ഇതിന്റെ പേയ്മെന്റ് നൽകാം എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ അത് ഭയങ്കര ഒരു ഡിഫിക്കൽറ്റി ആയി മാറി. ദ ഡിഫിക്കൽറ്റി ഫോർ ദ ഡെഫേർഡ് പേയ്മെന്റ്, ഫ്യൂച്ചർ പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളത് ബാർട്ടർ സിസ്റ്റത്തിൽ എന്താണ്, അത് കൃത്യമായിട്ട് നടത്താൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഡിഫിക്കൽറ്റി ഓഫ് ഡിവിഷൻ വിത്തൗട്ട് ലോസ് ഓഫ് വാല്യൂ. ഡിവിഷൻ ഓഫ് എ ഗുഡ് അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് എ ഗുഡ് വിത്തൗട്ട് ലോസ് ഓഫ് വാല്യൂ. സപ്പോസ് എൻ്റെ കയ്യിലുള്ളത് ഒരു പശുവാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് സാധനം തരാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് എൻ്റെ കയ്യിലുള്ള പശുവിനെ കൊടുത്തു. അയാളിൽ നിന്ന് ഞാൻ ഒരു ചാക്ക് നെല്ല് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുകയാണ് എൻ്റെ കയ്യിലുള്ള പശുവിനെ നൽകിക്കൊണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു ചാക്ക് നെല്ല് വാങ്ങിക്കുന്നു എങ്കിൽ എൻ്റെ ഒരു പശുവിന് അത് തുല്യമായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ എനിക്ക് എൻ്റെ പശുവിനെ എന്ത് ചെയ്യാൻ കഴിയില്ല, മുറിച്ച് ഡിവിഷൻ ആക്കിക്കൊണ്ട് ആ പശുവിൻ്റെ ഒരു ഭാഗം അയാൾക്ക് കൊടുക്കാൻ കഴിയില്ല, അല്ലേ? ഞാൻ പശുവിനെ നൽകുകയാണെങ്കിൽ എനിക്ക് നഷ്ടമാണ് ഉണ്ടാവുക. കാരണം എനിക്ക് ലഭിക്കുന്നത് ഒരു പശുവിന് തുല്യമായിട്ടുള്ള വാല്യൂ ഉള്ള നെൽച്ചാക്ക് ആകണമില്ല. അപ്പോ ഈ സന്ദർഭത്തിൽ ഞാൻ എന്ത് മനസ്സിൽ തീരുമാനിക്കണം, ഒരു പണി ചെയ്തോളൂ, ഞാൻ ചെയ്യാം, ഈ പശുവിനെ പകുതി മുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകാം എന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ബാർട്ടർ സിസ്റ്റത്തിൽ അത് അങ്ങനെ ഒരു സിസ്റ്റം നടപ്പിലാക്കാൻ സാധ്യതയില്ല. ആയതുകൊണ്ട് ദ ഡിഫിക്കൽറ്റി ഓഫ് ദ ഡിവിഷൻ വിത്തൗട്ട് ലോസ് ഓഫ് വാല്യൂ, ഒരു വസ്തുവിന്റെ മൂല്യം നഷ്ടപ്പെടുത്താതെ നമുക്കത് ട്രാൻസാക്ഷൻ നടത്താൻ നമുക്ക് എളുപ്പം സാധിക്കണമെന്നില്ല. ദ ഡിഫിക്കൽറ്റി ഓഫ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തുവിന്റെ വാല്യൂ നമുക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ നമുക്ക് അറിയാം, സ്വർണ്ണം നമ്മുടെ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഭൂമി അല്ലെങ്കിൽ ബൈക്ക് നമ്മൾ കൈമാറ്റമൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് പണം എന്ന് പറയുന്ന ഒരു മാധ്യമം അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ഒരു കാര്യം എക്കോണമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എളുപ്പമായി. അതല്ലാത്ത കേസിൽ ദ ഡിഫിക്കൽറ്റി ഓഫ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, ഒരു വസ്തുവിന്റെ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ബാർട്ടർ സിസ്റ്റത്തിൽ അതായത് വളരെ പിന്നോക്കം അല്ലെങ്കിൽ ഡ്രോബാക്സ് ഉണ്ടായി. അപ്പൊ നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്താണ്, ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ് എന്താണെന്നുള്ള കാര്യം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, ആബ്സെൻസ് ഓഫ് ഡബിൾ കോഇൻസിഡൻസ് ഓഫ് വാണ്ട്. ഡബിൾ കോഇൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കണം. എന്താ, പരസ്പരം രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ പരസ്പരം പൂർത്തീകരിക്കാൻ കഴിയണം എന്നില്ല ഏതിൽ, ബാർട്ടർ സിസ്റ്റത്തിൽ. അതേപോലെ തന്നെ കോമൺ മെഷർ ഓഫ് വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയണമെന്നില്ല. ദ ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ, ഒരു വസ്തുവിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ കഴിയണമെന്നില്ല. അതേപോലെ ഡിഫിക്കൽറ്റി ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്, ഫ്യൂച്ചർ പേയ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യം നടത്താൻ നമുക്ക് ബാർട്ടർ സിസ്റ്റത്തിൽ നടത്താൻ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ഡിവിഷൻ വിത്തൗട്ട് ലോസ് ഓഫ് വാല്യൂ, ഒരു വസ്തുവിന്റെ വാല്യൂ നഷ്ടപ്പെടുത്താതെ നമുക്ക് ചിലപ്പോൾ അത് ഡിവിഷൻ നടത്താൻ കഴിയണമെന്നില്ല. ദെൻ ഡിഫിക്കൽറ്റി ഓഫ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, ഒരു വസ്തുവിന്റെ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്ത് സാധിക്കണമെന്നില്ല, ബാർട്ടർ സിസ്റ്റത്തിൽ സാധിക്കണമെന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു വസ്തു ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റൊരു വസ്തു വേണം, അല്ലെങ്കിൽ അതിന് കോമൺ ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് വാല്യൂ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ എന്നുള്ളതിൽ നിന്ന് സാധനങ്ങൾക്ക് പകരം മെറ്റലുകൾ, അല്ലേ, മെറ്റലുകൾ ഗോൾഡ് സിൽവർ എന്ന് പറയുന്ന മെറ്റലുകളിലേക്ക് മാറി. എന്നാൽ ഗോൾഡ് സിൽവർ എന്ന് പറയുന്ന മെറ്റലുകൾ പലപ്പോഴും അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം എന്നില്ല. ഉള്ളവർക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും, ഇല്ലാത്തവർക്ക് ട്രാൻസാക്ഷൻ നടക്കില്ല. അപ്പോൾ ആയതുകൊണ്ട് മെറ്റൽ എന്നുള്ളത് പിന്നെ ഡിഫിക്കൽറ്റി ആയി മാറി. അങ്ങനെയാണ് എക്കോണമിയിൽ എന്ത് വരുന്നത്, ട്രാൻസ്ഫർ ഓഫ് അല്ലെങ്കിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് പണം എന്ന് പറയുന്ന, മണി എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്ക് പണത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻസ് നോക്കാം. ഓൾറെഡി പണത്തിൻ്റെ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദെൻ ഇപ്പോൾ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ നടത്തിയതിന് ശേഷം, അല്ലേ, മോഡി ഗവൺമെന്റ് ഡിമോണിറ്റൈസേഷൻ നടത്തിയതിന് ശേഷം പുതിയതായിട്ട് വന്നിട്ടുള്ള നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പിക്ചറൈസേഷനിൽ നിങ്ങൾക്ക് കാണാം. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് മണി. പണത്തെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻറ്റും ഫേമസും ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ദ ഡെഫിനിഷൻ ഗിവൺ ബൈ വാൾക്കർ, ദാറ്റ് ഈസ് മണി ഈസ് വാട്ട് മണി ഡസ്. പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. മണി ഈസ് വാട്ട് മണി ഡസ്.
പണം ചെയ്യുന്നത് എന്താണോ, എന്ത് പ്രവർത്തികളൊക്കെയാണോ അതിനെ എന്തെന്ന് വിളിക്കുന്നു, പണം എന്നുള്ള രീതിയിൽ വിളിക്കുന്നു എന്ന് വാൾക്കർ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റോബർട്ട്സൺ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് എനിത്തിങ് വിച്ച് ഈസ് കോമൺലി ആക്സെപ്റ്റഡ് ഇൻ ദ പേയ്മെന്റ് ഫോർ ഗുഡ്സ് ഓർ ഡിസ്ചാർജ് അതർ കൈൻഡ് ഓഫ് ബിസിനസ് ഒബ്ലിഗേഷൻ. ഏതെങ്കിലും ബിസിനസ് ഒബ്ലിഗേഷൻസിലോ അതേപോലെ തന്നെ ഏതെങ്കിലും സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനോ കോമൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന എന്തിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, പണം എന്നുള്ളത് റോബർട്ട്സൺ എന്ന് പറയുന്ന ആള് പണത്തെക്കുറിച്ച് ഡെഫിനിഷൻ നൽകി. വാൾക്കർ പറഞ്ഞു മണി ഈസ് വാട്ട് മണി ഡസ്. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ദ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് വാൾക്കർ. വാൾക്കർ സേസ് ദാറ്റ് മണി ഈസ് വാട്ട് മണി ഡസ്. പണം ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനെ പണം എന്ന് വിളിക്കുന്നു എന്ന്. നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ പണത്തിന്റെ ഫങ്ഷൻസ് ആണ് അതിൽ പറഞ്ഞത്. പണം ചെയ്യുന്ന പ്രവർത്തനം. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫങ്ഷൻസ് ഓഫ് മണി. പണത്തിന്റെ ധർമ്മങ്ങൾ ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് മണിയെ പ്രധാനമായിട്ട് 3 കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ പ്രൈമറി ഫങ്ഷൻ, അതേപോലെ തന്നെ പ്രൈമറി ഫങ്ഷൻ എന്നുള്ള രീതിയിൽ ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറി ഫങ്ഷൻ, അതേപോലെ തന്നെ കണ്ടിജനൽ ഫങ്ഷൻ എന്നുള്ള രീതിയിൽ 3 ഫങ്ഷൻസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ, ടേഴ്സറി ഫങ്ഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി ഫങ്ഷൻസിൽ എന്താ ഇവിടെ പറയുന്നത്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ. അപ്പൊ നമുക്ക് അതിനെ ഒരു ഷോർട്ട് ഫോമിൽ പറയാം. പ്രൈമറി ഫങ്ഷൻ ഈസ് എം എന്നുള്ള രീതിയിൽ പറയാം. മീഡിയം ഓഫ് എക്സ്ചേഞ്ചിലെ എം, ദെൻ അതേപോലെ തന്നെ മെഷർ ഓഫ് വാല്യൂ എന്നുള്ളതിലെ എം എന്നുള്ളത് പറയാം. ഇപ്പോൾ ഇവിടെ എം എന്നുള്ള, അപ്പോൾ പ്രൈമറി ഫങ്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് മണിയെ നമുക്ക് എന്ത് ഷോർട്ട് ഫോമിൽ ഉപയോഗിക്കാം, എം എന്നുള്ള രീതിയിൽ, എം ആൻഡ് എം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ പ്രൈമറി ഫങ്ഷൻ എം എന്ന് ഉദ്ദേശിച്ചത് മീഡിയം ഓഫ് എക്സ്ചേഞ്ചും മെഷർ ഓഫ് വാല്യൂ. ദെൻ സെക്കൻഡ് വൺ സെക്കൻഡറി സെക്ടർ ഓർ സെക്കൻഡറി സെക്ടർ അല്ല, സെക്കൻഡറി ഫങ്ഷൻ. സെക്കൻഡറി ഫങ്ഷൻസിന് എന്താ പറയാം, SST എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കാം. SST എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കാം. SST എന്നുള്ള രൂപത്തിലേക്ക് ഉപയോഗിക്കാം. SST എന്ന് പറയുന്നത് മണി ആക്ട് ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. അതിലെ സ്റ്റോർ ഓഫ് വാല്യൂ. ദെൻ അതേപോലെ തന്നെ മണി ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്സ്. അതിലെ ആ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്സ് എന്നുള്ള ഷോർട്ട് ഫോം ഉപയോഗിക്കാം. അതേപോലെ തന്നെ മണി ഹെൽപ്സ് ഫോർ ട്രാൻസ്ഫറിങ് ദ വാല്യൂ. ടി എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഓഫ് വാല്യൂവിൽ ടി എന്നുള്ള ഭാഗം ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ പണത്തിന്റെ അല്ലെങ്കിൽ ദ ഫങ്ഷൻസ് ഓഫ് മണി എന്നുള്ളതിനെ പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും കണ്ടിജനൽ ഫങ്ഷൻ എന്നും 3 എണ്ണമായിട്ട് തരംതിരിക്കാം. പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ ആൻഡ് കണ്ടിജനൽ ഫങ്ഷൻ. പ്രൈമറി ഫങ്ഷൻസിൽ ഏതൊക്കെയാണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ. ദെൻ സെക്കൻഡറി ഫങ്ഷൻസിൽ ഏതൊക്കെ വരുന്നു, സ്റ്റോർ ഓഫ് വാല്യൂ, ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ദെൻ കണ്ടിജനൽ ഫങ്ഷൻസിൽ ഏതൊക്കെ വരുന്നു, ബേസിസ് ഓഫ് ക്രെഡിറ്റ്, അതേപോലെ തന്നെ ലിക്വിഡിറ്റി. ബ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം വേണമെങ്കിൽ അതിൽ ഉപയോഗിക്കാം. ബ്ലഡ്ജ്, ബേസിസ് ഓഫ് ക്രെഡിറ്റ്, ലിക്വിഡിറ്റി, ദെൻ ഡിസ്കൗണ്ട് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നാഷണൽ ഇൻകം, ദെൻ ജി എന്നത് ഗ്യാരണ്ടർ ഓഫ് സോൾവൻസി എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ 3 ഫങ്ഷൻസിലേക്ക് ഉപയോഗിക്കുന്നു. പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ, കണ്ടിജനൽ ഫങ്ഷൻ. പ്രൈമറി ഫങ്ഷൻസ് എന്നുള്ളത് എം, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് മെഷർ ഓഫ് വാല്യൂ. ദെൻ സെക്കൻഡറി ഫങ്ഷൻ സ്റ്റോർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. ദെൻ കണ്ടിജനൽ ഫങ്ഷൻസ് ബേസിസ് ഓഫ് ക്രെഡിറ്റ്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഉണ്ട്, അത് ഇതിൽ ഇവിടെ ഉണ്ട് ലിക്വിഡിറ്റി എന്ന് പറയുന്ന പോയിന്റ്. ദെൻ ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡിസ്കൗണ്ടിങ് ദ നാഷണൽ ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നാഷണൽ ഇൻകം, അതിന് ഡി എന്ന് ഉപയോഗിക്കാം. ദെൻ ജി എന്നുള്ളത് ഇതിലില്ല, ആ പോയിന്റ് ഇതിലില്ല, അത് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഗ്യാരണ്ടർ ഓഫ് സോൾവൻസി. നമ്മൾ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഗ്യാരണ്ടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പണം ഉപയോഗിക്കുന്നത്, ഗ്യാരണ്ടർ. അപ്പോൾ ഗ്യാരണ്ടർ ഓഫ് സോൾവൻസി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഇതിൽ പണം ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് പോയിന്റ്, ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. നമുക്ക് നോക്കാം
ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഓഫ് മണി ഈസ് ടു സെർവ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം എന്താ? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സാധനങ്ങളെ കൈമാറ്റം ചെയ്യുക എന്നാണ്. മണി ഹാസ് റിമൂവ്ഡ് മേജർ ഡിഫിക്കൽട്ടീസ് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ടി നമ്മൾ പറഞ്ഞു. ഈ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് പറയുന്ന പ്രോബ്ലം, പരസ്പരം രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത ആ ഒരു പ്രോബ്ലം എന്തിന്റെ ആവശ്യത്തോടു കൂടി, പണം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് മണി അല്ലെങ്കിൽ പണം എക്കോണമിയിൽ യൂസ് ചെയ്തതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് പറയുന്ന പ്രോബ്ലം പരിഹരിക്കുന്നു. വെൻ മണി ഈസ് ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, എക്സ്ചേഞ്ചിങ് ദ ഗുഡ്സ് ഫോർ ഗുഡ്സ് become a double exchange. Firstly, the commodities are exchanged for money. Later, money is exchanged for the commodities. എങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്? ഒരാളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, ആ സാധനം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പണത്തിന് കൊടുക്കുന്നു, അല്ലേ? എൻ്റെ കയ്യിൽ ഒരു എന്താണ് വാഴക്കുല ഉണ്ടെങ്കിൽ ആ വാഴക്കുല ഞാൻ എന്ത് ചെയ്തു? വിറ്റ് പൈസ സമ്പാദിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ പണം എത്തി. ആ പണം എത്തിക്കഴിഞ്ഞാൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് അരിയും പഞ്ചസാരയും ഒക്കെ വാങ്ങിക്കുന്നു. അപ്പോൾ കൊമോഡിറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ ദ കൊമോഡിറ്റി എക്സ്ചേഞ്ച്ഡ് ഫോർ മണി, ദെൻ മണി എക്സ്ചേഞ്ച്ഡ് ഫോർ ദ കൊമോഡിറ്റി. അപ്പോൾ ഇവിടെ CMC എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ സാധാരണ നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ പച്ചക്കറി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. വിറ്റ് കഴിഞ്ഞുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? പണം കിട്ടും. ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു. അപ്പോൾ ഇവിടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, മെഷർ ഓഫ് വാല്യൂ. ഒരു വസ്തുവിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പണം ഉപയോഗിക്കുന്നുണ്ട്. മണി ഹെൽപ്സ് ഇൻ മെഷറിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ വാല്യൂ മെഷർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പണം ഉപയോഗിക്കുന്നുണ്ട്. ദ വാല്യൂ ഓഫ് എ കൊമോഡിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. നിങ്ങൾ കടയിൽ നിന്ന് ഒരു പേന വാങ്ങിക്കുമ്പോൾ ആ പേനയ്ക്ക് 10 രൂപ അതല്ലെങ്കിൽ 5 രൂപ നിങ്ങൾ നൽകി എന്നുണ്ടെങ്കിൽ the value of that pen expressed in terms of money, that money is 5 rupees or 10 rupees. നിങ്ങൾ കടയിൽ നിന്ന് പേന വാങ്ങിക്കുമ്പോൾ ആ പേനയുടെ വാല്യൂവിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? പണത്തിന്റെ രൂപത്തിൽ അതിന് വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ the value of a commodity expressed in terms of money, it is known as price. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് വില, എന്താണ് പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിമ്പിൾ തിയറി പറയാം. ദ വാല്യൂ ഓഫ് എ കൊമോഡിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, ഇറ്റ് ഈസ് നോൺ ആസ് ദ പ്രൈസ്. അതിന് എന്തെന്ന് വിളിക്കുന്നു? ദ വാല്യൂ യൂഷ്വലി കോൾഡ് ആസ് പ്രൈസ്, അല്ലേ? ആഫ്റ്റർ നോയിങ് ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ് ഇൻ എ സിംഗിൾ യൂണിറ്റ് പ്രൈസ്, എക്സ്ചേഞ്ച് ബിക്കം ഈസി. അപ്പോൾ നമ്മളൊരു വസ്തുവിന്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി ഫങ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈമറി ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 2 ഉണ്ട്. ഏതൊക്കെയാണ് ആ 2 എണ്ണം? ആ 2 എണ്ണം ഏതൊക്കെയാണ്? പ്രൈമറി ഫങ്ഷൻസിലെ 2 എണ്ണം, 1 മിനിറ്റ്. പ്രൈമറി ഫങ്ഷൻസിലെ 2 എണ്ണം ഏതൊക്കെയാ? മെഷർ ഓഫ് വാല്യൂ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ചും മെഷർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ക്ലിയർ ആയി കഴിഞ്ഞു. ദെൻ സെക്കൻഡ് വൺ, സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയുന്നതാണ്. സെക്കൻഡറി ഫങ്ഷൻസിനെ നമ്മൾ ഷോർട്ട് ഫോം ഉപയോഗിച്ചിട്ടുള്ളത് എന്തായിരുന്നു? സെക്കൻഡറി ഫങ്ഷൻസിലെ SST എന്നതാണ്. SST, സ്റ്റോർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. SST എന്ന് പറയുന്ന ഒരു കോഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സ്റ്റോർ ഓഫ് വാല്യൂ, വി ക്യാൻ സ്റ്റോർ ദ വെൽത്ത് ഇൻ ദ ഫോം ഓഫ് മണി. അല്ലേ? നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് നമുക്ക് എന്ത് ചെയ്യാം? പണത്തിന്റെ രൂപത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ മണി ബിക്കം ആൻ അസറ്റ്. അതുകൊണ്ട് തന്നെ പണം എന്താണ്? നമുക്കൊരു അസറ്റ് ആണ്, അല്ലേ? നിങ്ങൾ പണം, നിങ്ങളുടെ വരുമാനം, ആസ്തി, സ്വത്തൊക്കെ പറയുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പണം എൻ്റെ ഒരു സ്വത്താണ് അല്ലെങ്കിൽ ആസ്തിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് ഇങ്ങനെയാണ് സ്റ്റോർ ഓഫ് വാല്യൂ. വി ക്യാൻ സ്റ്റോർ ദ വെൽത്ത് ഇൻ ദ ഫോം ഓഫ് മണി.
മണി ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് ഡസ് നോട്ട് ലൂസ് ദ വാല്യൂ അല്ലേ, നമുക്കത് സ്റ്റോർ ചെയ്യാം, അതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. ദ കറൻസി നോട്ട് in our pocket, ഇവിടെ നോക്കുക, the currency note in our pocket and the demand deposit in the bank are the example of the store of value. അപ്പോൾ പണത്തിന് സ്റ്റോർ ഓഫ് വാല്യൂ എങ്ങനെയൊക്കെയാണ്, നമ്മളെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പോക്കറ്റിലിരിക്കുന്ന പണവും ദ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ദ കൊമേഴ്സ്യൽ ബാങ്കിന്റെ കയ്യിലിരിക്കുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റുകളൊക്കെ എന്താണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം, പണത്തിന്റെ സ്റ്റോർ ഓഫ് വാല്യൂ എന്നുള്ള മേഖലയിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. ദെൻ അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഓഫ് ദ ഡെഫേർഡ് പേയ്മെന്റ്സ്. ഡെഫേർഡ് പേയ്മെന്റ്സിന്റെ മീനിങ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫ്യൂച്ചർ പേയ്മെന്റ് എന്നാണ് അർത്ഥം അല്ലെ. ഡെഫേർഡ് പേയ്മെന്റ്സിന്റെ മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്യൂച്ചർ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഫ്യൂച്ചർ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദ ഡെഫേർഡ് പേയ്മെന്റ് റെഫർ ടു ദോസ് ദ പേയ്മെന്റ്സ് which are to be made in near future അല്ലെ. നമ്മൾ ഭാവിയിൽ വരാവുന്ന അല്ലെങ്കിൽ അടുത്ത് വരാവുന്ന ഒരു ട്രാൻസാക്ഷൻസ്, ഭാവിയിലേക്ക് വരാവുന്ന ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്തിലൂടെ നടത്തുന്നു, പണത്തിന്റെ രൂപത്തിൽ നടത്തുന്നു. അപ്പോൾ പണം ഇവിടെ എന്താ ചെയ്യുന്നുണ്ട്, ഡെഫേർഡ് പേയ്മെന്റ്സ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. മണി ആക്ട് ആസ് ദ സ്റ്റാൻഡേർഡ് ഡെഫേർഡ് പേയ്മെന്റ്സ് ഡ്യൂ ടു ദ വാല്യൂ ഓഫ് മണി റിമെയിൻ മോർ ഓർ ലെസ് ദ കോൺസ്റ്റന്റ് കമ്പയർഡ് ടു അതർ കമ്മോഡിറ്റീസ്. മറ്റ് ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്യൂച്ചർ പേയ്മെന്റിന് വേണ്ടിയിട്ട് പണം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണത്തിന് എന്തൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, ഫ്യൂച്ചർ പേയ്മെന്റ് നടത്താനുള്ള ഒരു കഴിവും കൂടി ഉണ്ട്. therefore it is known as the functions of money is known as the deferred payments എന്നുള്ള രീതിയിലേക്ക് പറയാം. then അടുത്തത് when borrowed money return pay back possibly without losing its value. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുക മറ്റു രീതിയിലൊക്കെ ചെയ്താൽ നമ്മൾ അതിൻ്റെ ഒരു കൃത്യ കാലഘട്ടം കഴിഞ്ഞിട്ട് നമുക്കത് എന്ത് രൂപത്തിൽ ചെയ്യാം, പണത്തിൽ തന്നെ രൂപത്തിൽ തിരിച്ചു കൊടുക്കാം. നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചാൽ നമുക്കത് പണത്തിൻ്റെ രൂപത്തിൽ തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ പണത്തിന് എന്ത് ഇതുണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, ഡെഫേർഡ് പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ദ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന പോയിന്റ്. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ നമ്മൾ സെക്കൻഡറി ഫംഗ്ഷൻസിലെ തേർഡ് പോയിന്റ് ആണ്. SST എന്ന് പറയുന്നതിലെ തേർഡ് പോയിന്റ് ആണ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഗുഡ്സ് ഓർ വെൽത്ത് ഓഫ് എ പേഴ്സൺ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു അനദർ ഇൻ ദ ഫോം ഓഫ് മണി അല്ലെ. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗുഡ്സോ സാധനങ്ങളോ, ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈക്കോ കാറോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കളോ, നമുക്ക് അത് എന്തിൽ നിന്ന് ഒന്നിലേക്ക് മാറാം, ആ വസ്തുവിന്റെ വാല്യൂ നമുക്ക് പണത്തിന്റെ രൂപത്തിലേക്ക് മാറാം. അതുകൊണ്ട് തന്നെ പണത്തിന് എന്തുണ്ട്, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. സിമിലർലി മണി ഹെൽപ്സ് ടു ട്രാൻസ്ഫർ ദ വാല്യൂ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഒരു വസ്തുവിന്റെ വാല്യൂ കൈമാറ്റം ചെയ്യുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, പണം ഉപയോഗിക്കാം എന്നുള്ള രീതിയിലും കൂടി ഉണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ കണ്ടിജന്റ് ഫങ്ഷൻസ് ആണ്. പണത്തിന്റെ തേർഡ് കാറ്റഗറി ഫങ്ഷൻസ് ആണ് കണ്ടിജന്റ് ഫങ്ഷൻസ്. ആ കണ്ടിജന്റ് ഫങ്ഷൻസിലെ ബ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ബേസിസ് ഓഫ് ക്രെഡിറ്റ്, ലിക്വിഡിറ്റി, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഗ്യാരണ്ടർ ഓഫ് സോൾവൻസി. നമുക്കതിനെ ഷോർട്ട് ഫോം ബ്ലഡ്ജ് BLDG ബ്ലഡ്ജ് എന്ന് പറയുന്ന ഇതുണ്ട്. ഇത് കണ്ടിജന്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ കണ്ടിജന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബിസൈഡ്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ മണി ഹാസ് സം കണ്ടിജന്റ് ഫങ്ഷൻസ് ആർ ദർ അല്ലെ. ബേസിസ് ഓഫ് ക്രെഡിറ്റ് കടം കൊടുക്കാനുള്ള ഒരു ഉപാധിയാണ്. നമുക്കൊരു വ്യക്തിക്ക് കടം കൊടുക്കുക, അത് എങ്ങനെ കടം കൊടുക്കാം, പണത്തിന്റെ രൂപത്തിൽ കൊടുക്കാം. അപ്പൊ പണത്തിന്റെ രൂപത്തിൽ കടം കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ അതിനുള്ളത് കൊണ്ട് പണത്തിന് എന്തുണ്ട്, ബേസിസ് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്. ദെൻ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ദ സാറ്റിസ്ഫാക്ഷൻ പവർ എന്നാണ് അല്ലെ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിന് നമുക്ക് എന്താക്കി മാറ്റാം, പണമാക്കി മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ പോക്കറ്റിൽ ഒരു 100 രൂപയുണ്ട്, ATM കാർഡും ഉണ്ട്. ഏറ്റവും ലിക്വിഡിറ്റി അതിൽ ഏതിനാ ലിക്വിഡിറ്റി എന്ന് ചോദിച്ചാൽ ദ്രവത്വം ഏതിനാണുള്ളത്, ലിക്വിഡിറ്റി പവർ കൂടുതൽ ഏതിനാണുള്ളത്, നോട്ടിനെയാണ് ഉണ്ടാവുക. ആ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 100 രൂപയ്ക്കാണ് ലിക്വിഡിറ്റി പവർ ഉള്ളത്. ATM കാർഡിന് ലിക്വിഡിറ്റി പവർ കുറവാണ്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പണത്തിന് പർച്ചേസിങ് പവറാണ്.
ദ പർച്ചേസിംഗ് പവർ. ഞാൻ നേരത്തെ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ പവർ അല്ല, പർച്ചേസിംഗ് പവർ എന്നാണ്. പർച്ചേസിംഗ് പവർ കൂടുതലുള്ളത് നോട്ടിനെയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന നോട്ടിനെയാണ്. എന്നാൽ ATM കാർഡിനെ പർച്ചേസിംഗ് പവർ കുറവാണ്. നിങ്ങൾ സിമ്പിളായിട്ട് അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, കുറച്ച് മുന്നത്തെ കാലഘട്ടത്തിലാണ്. അതിൽ നായകനും നായികയും തമ്മിൽ ഒരു ഇളനീര് കഴിക്കുകയും, ഇളനീര് ആളുടെ അടുത്തുനിന്ന് കഴിക്കുകയും, ഇളനീര് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കൊടുക്കാൻ നേരത്ത് നായകൻ പോക്കറ്റിലേക്ക് കൈയിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നത് ATM കാർഡും നായികയുടെ കയ്യിൽ വരുന്നത് എന്താണ്, നോട്ടുമാണ്. അപ്പോൾ ATM കാർഡ് കാണിക്കുമ്പോൾ ആ ഇളനീര് ചെത്തി കൊടുക്കുന്ന ആള് ആ വാളൊക്കെ അല്ലെങ്കിൽ അവിടെ ആ വെട്ടുകത്തിക്കെ പിടിച്ചിട്ടൊരു നോട്ടം നോക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ATM കാർഡിന് എന്തില്ല, ലിക്വിഡിറ്റി പവർ കുറവാണ് അല്ലേ, പർച്ചേസിംഗ് പവർ കുറവാണ്. ഏതിനാണ് പർച്ചേസിംഗ് പവർ ഉള്ളത്? നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന നോട്ട് എന്താണോ ആ നോട്ടിനാണ് എന്തുള്ളത്, പർച്ചേസിംഗ് പവർ ഉള്ളത്. ദെൻ അപ്പോൾ അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നാഷണൽ ഇൻകം. തേർഡ് പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ, D എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം വീതിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരു ടേം PCI, പെർ ക്യാപിറ്റ ഇൻകം PCI. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഇൻകം, വരുമാനം, ഒരു വ്യക്തിയുടെ പ്രതിശീർഷ വരുമാനം, ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പണം എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ നടപ്പിലാക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഗ്യാരണ്ടർ ഓഫ് സോൾവൻസി. എന്തെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും എന്താ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒബ്ലിഗേഷൻസ് ക്ലാരിഫൈ ചെയ്യുന്നത്, റെക്ടിഫൈ ചെയ്യുന്നത്, അതിനൊരു ഗ്യാരണ്ടി ആയിട്ട് എന്ത് ഉപയോഗിക്കാം, പണം ഉപയോഗിക്കാം. സപ്പോസ് ഞാൻ നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലും വസ്തു ഞാൻ കേടുവരുത്തി, അപ്പം ഞാൻ പറയാണ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പൈസ തന്നോളാം, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഗ്യാരണ്ടി, ഞാൻ എൻ്റെ പൈസ തന്നിട്ടത് നിങ്ങളത് പ്രശ്നം സോൾവ് ചെയ്തോളാം എന്ന് പറയുന്നത് ഒരു പണം എന്തായിട്ട് ഉപയോഗിക്കുന്നു, ഇത് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി ഓഫ് സോൾവൻസി, പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കുന്നതിന്, ക്ലിയർ ചെയ്യുന്നതിന്. ഇപ്പം നിങ്ങളുടെ വണ്ടി മറ്റൊരു വണ്ടിയെ തട്ടി, അപ്പം നിങ്ങൾ വയ്ക്കുക അത് പ്രശ്നമായിട്ട് വണ്ടി കേടുവന്നിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നാൽ അത് സോൾവ് ചെയ്യാം, പ്രശ്നം സോൾവ് ചെയ്യാം എന്ന് പറയുമ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് പണം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എക്കോണമിയുടെ എവല്യൂഷൻസ് ഓഫ് മണി എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്തു. എക്കോണമിയിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് ബാർട്ടർ സിസ്റ്റത്തിൻ്റെ നെഗറ്റീവ് പറഞ്ഞു. ആ നെഗറ്റീവിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫങ്ഷൻസ് ഓഫ് മണി എന്നുള്ള വാൾക്കറുടെ ഡെഫിനിഷനോട് റിലേറ്റഡ് ചെയ്തുള്ള ഫങ്ഷൻസ് ഓഫ് മണിയെ കുറിച്ച് പറഞ്ഞു. ദ നെക്സ്റ്റ് ടോപ്പിക് ദ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്ക് നോക്കാം. ഡിമാൻഡ് ഫോർ മണി. വൈ ദ പീപ്പിൾ ഹോൾഡ് ദ മണി വിത്തിൻ ദെയർ ഹാൻഡ്. എന്തിനാണ് ജനങ്ങൾ പണം കയ്യിൽ വെക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പണം കയ്യിൽ വെക്കുന്നത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുറേ ആവശ്യങ്ങളുണ്ട് അല്ലേ? ടു സാറ്റിസ്ഫൈ യുവർ നീഡ്സ് യു നീഡ് ദ മണി അല്ലേ? നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ പണം അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, വൈ ദ പീപ്പിൾ ഹോൾഡ് ദ മണി. എന്തിനാണ് ജനങ്ങൾ പണം കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? ഓരോരുത്തർക്കും വ്യത്യസ്ത ആഗ്രഹമാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ ആയിരിക്കില്ല എൻ്റെ ആഗ്രഹം, എൻ്റെ ആഗ്രഹം പോലെ ആയിരിക്കില്ല എൻ്റെ മകൻ്റെ ആഗ്രഹം, എൻ്റെ മകൻ്റെ പോലെ ആഗ്രഹമായിരിക്കില്ല മറ്റതിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ ഒക്കെ ആഗ്രഹം. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും മനസ്സിലുള്ള കാഴ്ചപ്പാടുകളും എല്ലാം വ്യത്യാസമാണ്. Therefore, demand for money is the desire of a person to hold the money in the hand is called demand for money. ഒരു വ്യക്തിക്ക് പണം കയ്യിൽ വെക്കുന്നതിന് ഡിസയർ, ആ ആഗ്രഹത്തെ, ദ ഡിസയർ ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് എന്താ? ടു ഹോൾഡ് ദ മണി ഇൻ ദ ഹാൻഡ് ഓഫ് അല്ലെ, അദ്ദേഹത്തിന്റെ കയ്യിൽ കരുതി വെക്കുക, കയ്യിൽ പിടിച്ചു വെക്കുക. ആ ആഗ്രഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡിമാൻഡ് ഫോർ മണി ഓർ ദ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്നാണ് അതിൻ്റെ എന്താണ്? പീപ്പിൾ ഹോൾഡ് ദ മണി ഇൻ ദയർ ഹാൻഡ്, അവരുടെ കയ്യിൽ പണം കയ്യിൽ വെക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് എന്ത് വിളിക്കാം? ലിക്വിഡിറ്റി പ്രിഫറൻസ്. ലിക്വിഡിറ്റി പ്രിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ലിക്വിഡിറ്റി പവർ ഉണ്ട് എന്ന് പറഞ്ഞു. പണത്തിന്
പണത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. നേരത്തെ നിങ്ങളുടെ കയ്യിൽ ചെക്ക് ബുക്കോ ATM കാർഡോ അതോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്തുണ്ടെങ്കിലും ഇല്ല, എന്തുണ്ടായാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചായപ്പീടികയിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചു, 10 രൂപയുടെ ചായ കുടിച്ചു, പെട്ടെന്ന് നിങ്ങൾ അവിടെ ATM കാർഡ് എടുത്തു കൊടുത്താൽ അയാൾ സ്വീകരിക്കണമെന്നില്ല, അല്ലേ? ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ വിലപ്പോവും. അല്ലാത്ത സിറ്റുവേഷനിൽ നിന്ന് 10 രൂപയ്ക്ക് പകരം ഒരു ATM കാർഡ് അയാളെടുത്ത് കാണിച്ചാൽ അദ്ദേഹം ചീത്ത പറയും. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് പറഞ്ഞാൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് പറഞ്ഞാൽ പണം നമ്മുടെ കയ്യിൽ വെക്കുന്നതിനുള്ള ഒരു ഡിസയർ ആണ്, ലിക്വിഡിറ്റി പവറിനെയാണ് ഇതെന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. കമ്പയർഡ് ടു ഓൾ അതർ അസറ്റ്സ് മണി ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM കാർഡ്, ചെക്ക് ബുക്ക്, സ്വർണം, അതൊക്കെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ ലിക്വിഡ് അസറ്റുകളാണ് അല്ലെങ്കിൽ അസറ്റുകളാണ്. അപ്പോൾ മറ്റ് അസറ്റുകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ലിക്വിഡ് എന്ന് പറയുന്നത്, ഏറ്റവും നമുക്ക് ലിക്വിഡിറ്റി പവർ ഉള്ളത് അല്ലെങ്കിൽ അതിനെ ഏറ്റവും എളുപ്പം പർച്ചേസിങ് പവർ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? പണമാണ്. സോ പീപ്പിൾ ഹോൾഡ് ദ മണി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പണം കയ്യിൽ കരുതി വെക്കുന്നു. When money kept in the hand, it has the opportunity cost. നമ്മൾ പണം കയ്യിൽ കരുതി വെച്ചിട്ടില്ലെങ്കിലോ അതൊന്ന് ചിന്തിച്ചു നോക്കൂ. പണത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൺ. നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. പണം നിങ്ങൾ കയ്യിൽ വെച്ചിട്ടില്ല, അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. സപ്പോസ് യു ഹാവ് ദ 10,000 rupees. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ വെക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ വെക്കാം. കയ്യിൽ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലിക്വിഡിറ്റി പ്രിഫറൻസ് നടത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെലവഴിക്കാം. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അതൊന്നും നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ അത് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ ആ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിക്കും? പലിശ ലഭിക്കും, ഇൻട്രസ്റ്റ് ലഭിക്കും. ആ ഇൻട്രസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് മണി. പണത്തിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ദ ഇൻട്രസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, ദ ഇൻട്രസ്റ്റ് ദാറ്റ് വുഡ് ഹാവ് അക്വയർഡ് ഫ്രം ദ മണി ഹെൽഡ് ഇൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അല്ലെ? പണത്തിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പലിശ ലഭിക്കുന്നതാണ്. സോ ദ പീപ്പിൾ കൺസിഡർ ദ അഡ്വാൻറ്റേജ് ആൻഡ് ദ ലോസ് ഡ്യൂ ടു ദ ലോസ് ഓഫ് ദി ഇൻട്രസ്റ്റ്, അല്ലെ? അപ്പോ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പലിശ പോയാലും വേണ്ടില്ല, പലിശ ഇങ്ങനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ വെക്കും. അപ്പോൾ ആ ഒരു ടേം ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ എന്തിനാണ് പണം കയ്യിൽ വെക്കുന്നത്? കുറേ ആവശ്യങ്ങളുണ്ട്, അല്ലേ? ചിലർക്ക് ഹോസ്പിറ്റലിൽ പോകാനായിരിക്കും, വേറെ ചില ആൾക്കാർക്ക് ഭൂമി കച്ചവടമോ അതല്ലെങ്കിൽ ബോണ്ടുകൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കാം. വേറെ ചില ആൾക്കാർക്ക് വരുന്നത് അന്നന്ന് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പണം കയ്യിലൊക്കെ കരുതി വയ്ക്കും. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ക്ലാസിഫൈഡ് ഇൻ ടു 3 category, ദാറ്റ് ഈസ് ട്രാൻസാക്ഷണൽ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The motive behind for the demand for money. Demand for money ആയിട്ട് ബന്ധപ്പെട്ടുള്ള മോട്ടീവ്. The demand for money mainly constituted by the 2 motive. 2 എന്നുള്ളതിനെ പകരം നമുക്ക് 3 എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. 3 motives ഉണ്ട്. നിങ്ങളുടെ ബുക്കിലെ 2 എണ്ണത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 3 എണ്ണോ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. The first one, transactional motive. The people hold the money for the daily transactions. ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പണം കയ്യിൽ കരുതി വെക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ട്രാൻസാക്ഷണൽ മോട്ടീവ്. പണം കയ്യിൽ കരുതി വെക്കാനുള്ള ഒരു മോട്ടീവ് ഏതാ? ട്രാൻസാക്ഷണൽ മോട്ടീവാണ്. Then the second one, speculative motive. The people hold the money for the speculation purpose. Speculation purpose നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക, പണം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും പണത്തിലൂടെ വരുമാനം ഉണ്ടാക്കുക. ആ പർപ്പസസിന് വേണ്ടിയിട്ട് പണം കയ്യിൽ കരുതി വെക്കുന്നുണ്ട്. ഈ ഭൂമി കച്ചവടക്കാര്, അല്ലെ? അവരൊക്കെ എന്ത് ചെയ്യുന്നു? കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഭൂമി വാങ്ങിക്കുകയും ആ ഭൂമി മറിച്ച് വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വില കൂടുതലപ്പോൾ വിറ്റ് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കും. അപ്പൊ സ്പെക്കുലേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് പണം കയ്യിൽ കരുതി വെക്കുന്നതിന് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഉണ്ട്. അതുകൂടാതെ മൂന്നാമത്തെ ഒരു മോട്ടീവാണ് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയും. പ്രിക്കോഷണറി, ഇപ്പൊ വീട്ടിൽ വയസ്സായ ആൾക്കാരോ
ഏതെങ്കിലും രോഗത്തിലേക്കുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ എന്ത് ചെയ്യും? കുറച്ച് പൈസ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഇത്തരം ചിലവുകൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ കരുതി വെക്കും. എപ്പോഴാണ് ഹോസ്പിറ്റൽ കേസ് വരിക, എപ്പോഴാണ് ഒരു ആംബുലൻസ് വിളിക്കേണ്ടി വരിക, എപ്പോഴാണ് ഒരു ഡോക്ടറെ അടുത്തേക്ക് ഓടിക്കൊണ്ടുപോവുക, എപ്പോഴാണ് മക്കൾക്ക് അസുഖം വരിക എന്നൊക്കെ പേടിച്ചുകൊണ്ട് കുറച്ച് പൈസ നമ്മൾ കയ്യിൽ എപ്പോഴും കരുതി വെക്കും. ആ മോട്ടീവിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്രിക്കോഷണറി മോട്ടീവ് എന്ന് വിളിക്കും. അപ്പോൾ ദർ ആർ 3 മോട്ടീവ്സ്: ട്രാൻസാക്ഷണൽ മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ്. നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ള രീതിയിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ ട്രാൻസാക്ഷണൽ മോട്ടീവ്. ട്രാൻസാക്ഷണൽ മോട്ടീവ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, എനിക്കിപ്പോൾ ഈ ഐഡിയൽ സ്കൂളിൽ നിന്ന് സാലറി ലഭിക്കുന്നത് മന്ത്ലിയാണ്. നിങ്ങളുടെ പാരൻസിന് പലർക്കും സാലറി ലഭിക്കുന്നത് മന്ത്ലി ആയിരിക്കാം. ഇനി സാധാരണ നാട്ടിൻ പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കൂലി ലഭിക്കുന്നത് ഡെയിലി ആയിരിക്കാം, ചിലർക്ക് വീക്കിലി ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഒരു മാസമായിട്ട് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ, വീട്ടിൽ വരുന്ന ആവശ്യങ്ങൾ ഓരോ മാസം കഴിയുമ്പോഴാണ് അല്ലേ? നിങ്ങളുടെ വീട്ടിലെ ചെലവുകൾ എന്ന് പറയുന്നത് ഇന്ന് ഒരു കിലോ അരി വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ചാക്ക അരി വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ 1 കിലോ അരി വാങ്ങിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങൾ 1 കിലോ അരി വാങ്ങിക്കുള്ളൂ? ഇല്ല അല്ലേ? അതായത് നിങ്ങളുടെ കിട്ടുന്ന വരുമാനം മന്ത്ലിയോ വീക്കിലിയോ ഡെയിലിയോ ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ എക്സ്പെൻസ് വരുന്നത് ഡെയിലിയാണ് അല്ലെങ്കിൽ വീക്കിലിയാണ്. അപ്പോൾ ടു മീറ്റ് ദാറ്റ് ഡെയിലി എക്സ്പെൻസസ്, നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണം കയ്യിൽ കരുതി വെക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ട്രാൻസാക്ഷണൽ മോട്ടീവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ദ പീപ്പിൾ ഹോൾഡ് ദ മണി, മണി ഹോൾഡ് ബൈ ദ പീപ്പിൾ ടു മീറ്റ് ദെയർ, അവരുടെ എന്ത് മീറ്റ് ചെയ്യാന്? ഡെയിലി എക്സ്പെൻസസ്. ഡെയിലി വരുന്ന ചെലവുകളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണം കയ്യിൽ കരുതി വെക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ട്രാൻസാക്ഷണൽ മോട്ടീവ് എന്ന് വിളിക്കുന്നു. ട്രാൻസാക്ഷണൽ മോട്ടീവ്. അപ്പോൾ എത്ര പണം കയ്യിൽ കരുതണം എന്നുള്ളത് നിർണ്ണയിക്കുന്നത് എന്താ? നമ്മുടെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ്. If the volume of transaction increases, that much amount we have to keep in our hand. അല്ലേ? നമ്മുടെ ട്രാൻസാക്ഷൻസിന്റെ അളവ് കൂടുന്തോറും, ദ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്തോറും ആ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ആവശ്യമായിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ കരുതി വെക്കേണ്ടതായിട്ട് വരുന്നു. ഒരു വ്യക്തിക്ക് ഒരു ട്രാൻസാക്ഷനും ഇല്ല, പണം കയ്യിൽ കരുതി വെക്കേണ്ട. ഒരു വീട്ടിൽ കല്യാണത്തിന്റെ ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറേ ചെലവുകൾ വരും. അപ്പോൾ ആ ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം പണം കയ്യിൽ കരുതി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പണം കയ്യിൽ കരുതി വെക്കുന്നതിനെ ട്രാൻസാക്ഷണൽ മോട്ടീവ് എന്ന് പറയുന്നു. അതിൽ എത്ര പണം നമ്മൾ സ്റ്റോർ ചെയ്യണം, കയ്യിൽ വെക്കണം എന്നുള്ളത് നിർണ്ണയിക്കുന്നത് നമ്മുടെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എക്കോണമിയിൽ വർദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കുക, when the volume of the transaction increases, the velocity of the circulation of the money from one person to another person increases. നമ്മുടെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ, നമ്മുടെ എക്കോണമിയിൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ വർദ്ധിക്കുമ്പോൾ, ഞാൻ ഒന്നും കൂടി കോറിലേറ്റ് ചെയ്ത് പറയാം, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ ട്രാൻസാക്ഷണൽ മോട്ടീവ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷണൽ മോട്ടീവിൽ ഏറ്റവും ആദ്യം പണം കയ്യിൽ കരുതി വെക്കുന്നത് എന്തിനാണ്? ട്രാൻസാക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ്. ആ ട്രാൻസാക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് എത്ര പൈസ കയ്യിൽ കരുതി വെക്കണം എന്നുള്ളത് നിർണ്ണയിക്കുന്നത് നമ്മുടെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഇഫ് ദ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻക്രീസസ്, നമ്മുടെ കയ്യിൽ കരുതി വെക്കേണ്ട, ഹോൾഡ് ചെയ്യുന്ന പണത്തിൻ്റെ അളവും വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. ഇനി എക്കോണമിയിൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ദ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി ഇൻക്രീസസ്. വെലോസിറ്റി ഓഫ് ദ സർക്കുലേഷൻ ഓഫ് മണി ഇൻക്രീസസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മറ്റൊരു വ്യക്തിയുടെ കയ്യിലേക്കും, മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ അടുത്ത ആളുടെ കയ്യിലേക്കും പണം ഫ്ലോ ചെയ്യുന്നതിൻ്റെ, ഫ്ലോയുടെ സ്പീഡ് കൂടും. ട്രാൻസാക്ഷൻ കൂടും തോറും ഒരാളുടെ കയ്യിൽ, ഇപ്പോൾ ഞാനും സപ്പോസ് ഒരു 3 വ്യക്തികൾ തമ്മിൽ പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു, അയാളുടെ കയ്യിലുള്ള ലഭിച്ചിട്ട് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ സർക്കുലേഷൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ കൂടും തോറും
വോളിയം ഓഫ് ട്രാൻസാക്ഷൻ കൂടുന്തോറും വെലോസിറ്റി ഓഫ് ദ സർക്കുലേഷൻ ഓഫ് മണി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ സർക്കുലേഷൻ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ വർദ്ധിക്കും. നമ്മൾ അതിനെ ഒറ്റ ടേമിലേക്ക് പറയാം, നാഷണൽ GDP അല്ലെങ്കിൽ എന്നുള്ള രൂപത്തിലേക്കൊക്കെ പറയാം. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ ഒരു ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് MDT is equal to transaction demand for money is equal to KT. K എന്ന് പറയുന്നത് ദ പോസിറ്റീവ് പാരാമീറ്ററും T എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് ട്രാൻസാക്ഷനുമാണ്. അപ്പോൾ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ, വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മുടെ എക്കോണമിയിൽ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി കൂടുകയും പണത്തിൻ്റെ ഒഴുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റൊരു ഇക്വേഷൻ കൂടി നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അത് ശ്രദ്ധിക്കാം. MDT is equal to KT ആണെന്നുണ്ടെങ്കിൽ therefore K is equal to പോസിറ്റീവ് പാരാമീറ്റർ is equal to MDT by T എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്കൊക്കെ വരാം. അപ്പോൾ ഇവിടെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഈ ചാപ്റ്ററിലുള്ള എല്ലാ പ്രോബ്ലങ്ങളും വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോയും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഞാൻ അതിൽ പറയും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലങ്ങളിലേക്ക് പോവാം. ദെൻ നെക്സ്റ്റ് വൺ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന ഏരിയ. സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ബൈയിങ് ആൻ അസറ്റ് അറ്റ് ലോവർ പ്രൈസ് ആൻഡ് സെൽ ഇറ്റ് ഹയർ പ്രൈസ്. വില കുറവുള്ളപ്പോൾ ഒരു അസറ്റ് വാങ്ങിക്കുകയും വില കൂടുതലുള്ളപ്പോൾ അത് വിറ്റഴിച്ചിട്ട് ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം നടത്തുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? സ്പെക്കുലേഷൻ എന്ന് പറയുന്നു. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഡിസൈർ ഓഫ് എ പീപ്പിൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഹോൾഡ് മണി ഇൻ ദെയർ ഹാൻഡ് ഫോർ ദ സ്പെക്കുലേറ്റീവ് പർപ്പസ്. ഈ സ്പെക്കുലേറ്റീവ് പർപ്പസസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. സ്പെക്കുലേറ്റീവ് പർപ്പസ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ തിയറി എന്നുള്ള ഭാഗം നോക്കാം. ദേ ഹോൾഡ് ദ പോർഷൻ ഓഫ് ദെയർ ഇൻകം. ഇപ്പോൾ സ്പെക്കുലേറ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ പണം കയ്യിൽ കരുതി വെക്കുന്നത്. ദേ ഹോൾഡ് എ പോർഷൻ ഓഫ് ദെയർ ഇൻകം ടു പർച്ചേസ് അസറ്റ് വെൻ ദ പ്രൈസസ് ആർ ലോ. ഒരു അസറ്റിന് വില കുറവുള്ളപ്പോൾ അത് പർച്ചേസ് ചെയ്യുകയും വാങ്ങിക്കുകയും ആൻഡ് സെൽ ദം, അത് എപ്പോഴാണ് വിറ്റൊഴിക്കുന്നത്? വെൻ ദ പ്രൈസ് ഈസ് റൈസ്. സാധനത്തിന്റെ ആ ഒരു പ്രോഡക്റ്റിന്റെ വില കൂടുതലുള്ളപ്പോൾ വിറ്റൊഴിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാക്കുന്നു? ക്യാപിറ്റൽ ഗെയിൻ, അയാൾക്ക് ലാഭം ഉണ്ടാക്കുന്നു, അല്ലെ? ഇൻ ഓർഡർ ടു ഗെയിൻ ദ പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നു. ഈ ഒരു പർപ്പസസിന് വേണ്ടിയിട്ട് പണം കയ്യിൽ കരുതി വെക്കുന്ന പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കുന്നു? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണെന്നുള്ളതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ആ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കണ്ടെത്തുന്നതിൻ്റെ ഒരു ഇക്വേഷൻസ് ഉണ്ട്, നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പറഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇക്വേഷൻ, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ക്യാൻ ബി റിട്ടൺ ആസ് MSD is equal to speculative demand for money is equal to R maximum minus R rate of interest. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം മൈനസ് R ഡിവൈഡഡ് ബൈ R മൈനസ് R മിനിമം. ഇതാണ് ഇക്വേഷൻ. ഇവിടെ speculative demand for money is equal to R maximum minus R divided by R minus R minimum എന്നുള്ളതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളത്. ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഡയഗ്രാം, അതിൻ്റെ തിയററ്റിക്കൽ ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ R എന്നുള്ളത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്നുള്ളതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് ദ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നതാണ്. ആ ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഓപ്പോസിറ്റ് റിലേഷനാണ്. ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്.
അതേപോലെ തന്നെ രണ്ടാമതൊരു റിലേഷൻഷിപ്പും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ദ പ്രൈസസ് ഓഫ് ബോണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻ ആണ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ പ്രൈസസ് ഓഫ് ബോണ്ട് കുറയും. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ, വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ, വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ ഒരു പോയിന്റിൽ ആണ് കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, ഇവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിക്ക് എന്ത് ചെയ്യുന്നുണ്ടില്ല, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇവിടെ ഏകദേശം കുറവാണ്, ഞങ്ങൾക്ക് ഈ ഒരു പോയിന്റിലേക്ക് കുറവാണെന്ന് പറയാം. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയപ്പോൾ പ്രൈസിന്റെ എന്താണ്, ബോണ്ടിന്റെ വില കുറഞ്ഞു. വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം, ഇവിടെ ആർ മാക്സിമം എന്ന് കൊടുക്കാം, ആർ മാക്സിമം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാക്സിമം ആയപ്പോൾ ദ പ്രൈസസ് ഓഫ് ബോണ്ട് ഡിക്രീസസ്, പ്രൈസസ് ഓഫ് ബോണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്പെക്കുലേഷൻ പർപ്പസസിന് വേണ്ടി ആരും പൈസ കയ്യിൽ കരുതി വെച്ചില്ല. ആ പൈസക്ക് ഉപയോഗിച്ചുകൊണ്ട് ബോണ്ടുകളോ ഡിബഞ്ചേഴ്സുകളോ ഷെയറുകളോ വാങ്ങിച്ചു. വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്രീസസ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും തോറും എന്താണ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ സ്പെക്കുലേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് പണം കയ്യിൽ എഴുതി വെക്കുന്നതിന് കൂടും. എന്നാൽ ഒരു വെൻ ആർ ഈസ് ഈക്വൽ ടു മിനിമം പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, പിന്നെ ഇതിന്റെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയാം, ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇനി കുറയാൻ സാധ്യതയില്ല, ഇനി കൂടാനേ സാധ്യതയുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി താഴാൻ സാധ്യതയില്ല. അപ്പോൾ ആയതുകൊണ്ട് ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ ഡിമാൻഡ് ഫോർ മണി, നമ്മുടെ കയ്യിൽ സ്പെക്കുലേഷൻ പർപ്പസസിന് വേണ്ടി പണം കയ്യിൽ വരിക്കുന്നത് ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നുള്ള രീതിയിലേക്ക് മാറും. ഈ പെർഫെക്റ്റ്ലി അല്ലെങ്കിൽ ഇലാസ്റ്റിക് രീതിയിലേക്ക് മാറുന്ന ഈ സിറ്റുവേഷനെയാണ് ഏതെന്ന് വിളിക്കുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ളതിൻ്റെ തിയറി നമുക്ക് ഒന്നുകൂടി നോക്കാം. It is a situation which the speculative demand for money is perfectly elastic. Speculative demand for money എന്താകുന്നുണ്ട്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയി മാറുന്നു. where the rate of interest reaches the lowest level. When rate of interest lowest level ആകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പിന്നെ ശരിക്കും ഇങ്ങോട്ട് താഴത്തേക്ക് പോകേണ്ടതായിരുന്നു. ആ താഴത്തേക്ക് പോവാതെ ഇതൊരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നുള്ള രീതിയിൽ എക്സ് ആക്സിസിന് പാരലലായിട്ട് നിൽക്കും. ആ എക്സ് ആക്സിസിന് പാരലലായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് എന്തെന്ന് വിളിക്കുന്നത്, ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ദ ലിക്വിഡിറ്റി ട്രാപ്പ് is the situation in which monetary policy become ineffective. ഈ ഒരു സിറ്റുവേഷനിൽ മോണിറ്ററി പോളിസി എന്താണ്, മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് RBIയുടെ പോളിസിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷനോ ഡീഫ്ലേഷനോ വരുമ്പോൾ ഇത് ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പറയാം, RBI കൊണ്ടുവരുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി. ആ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ട്രാപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ആർ മാക്സിമം, ഇവിടെ ആർ മിനിമം. വൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയി മാറുന്ന സിറ്റുവേഷൻ ആണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. In the economy, therefore the total demand for money, നമ്മുടെ എക്കോണമിയിലെ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി ഏതൊക്കെയാണ്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ ടോട്ടൽ ചെയ്തതാണ്. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ MDT അല്ലെ, MDT എന്ന് പറയുന്നതും ദെൻ അതേപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി തമ്മിൽ ആഡ് ചെയ്തതാണ് ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി. ഇനി ഇത് കൂടാതെ therefore aggregate the demand for money, it is known as, നേരത്തെ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷനുള്ള രൂപത്തിലേക്ക് മാറുന്നു. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. പ്രിക്കോഷണറി നേരത്തെ ഞാൻ പറഞ്ഞു, പീപ്പിൾ ഹോൾഡ് ദ മണി ഫോർ മീറ്റിംഗ് ദ അൺഎക്സ്പെക്റ്റഡ് കണ്ടിജൻസീസ് ഓഫ് ദ ലൈഫ്. നമ്മുടെ ലൈഫിൽ
അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരുന്ന ചില സംഭവവികാസങ്ങളെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണം കയ്യിൽ കരുതി വെക്കുന്നത്. ദ ഡിമാൻഡ് ഫോർ മണി ഈസ് പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ദ അൺസർട്ടനിറ്റീസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ എന്തെങ്കിലും അസുഖം വരുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, പ്രശ്നങ്ങൾ വരുമോ, ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പണം കയ്യിൽ കരുതി വെക്കും. അങ്ങനെ കരുതി വെക്കുന്നതിനാണ് എന്തെന്ന് പറഞ്ഞ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന മെയിൻ ടോപ്പിക്ക് കഴിഞ്ഞാൽ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്ന ടോപ്പിക്. മണി സപ്ലൈ റെഫേഴ്സ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഇൻ ദ എക്കോണമി. നമ്മുടെ എക്കോണമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അവൈലബിൾ ആയിട്ടുള്ള മൊത്തം പണത്തെ എന്തെന്ന് വിളിക്കുന്നു? സപ്ലൈ ഓഫ് മണി. അതിൽ കോയിൻസ് ഉണ്ട്, കറൻസി നോട്ടുകളുണ്ട്, കൊമേഴ്സ്യൽ ബാങ്കിലിരിക്കുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റുകളുണ്ട്, പോസ്റ്റ് ഓഫീസിലിരിക്കുന്ന പൈസകളുണ്ട്, ബാങ്ക് RBI അടിച്ചിറക്കുന്ന നോട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സപ്ലൈ ഓഫ് മണി. Supply money consists the currency note and coins issued by the Monetary Authority of India. നമ്മുടെ Monetary Authority of India എന്നറിയപ്പെടുന്ന RBI ഇറക്കുന്ന കറൻസികളും നോട്ടുകളും കോയിൻസ് ഒക്കെ എന്തിൽ വരുന്നു? സപ്ലൈ ഓഫ് മണിയിൽ വരുന്നു. ഇറ്റ് ഈസ് ആൾസോ ഇൻക്ലൂഡ് ദ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ് ക്രിയേറ്റഡ് ബൈ ദ കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കയ്യിലിരിക്കുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റുകളും ടൈം ഡെപ്പോസിറ്റുകളൊക്കെ ഏതിൽ വരുന്നു? സപ്ലൈ ഓഫ് ദ മണി എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ്, മണി സപ്ലൈ ഇൻഡിക്കേറ്റ് ദ ടോട്ടൽ പർച്ചേസിംഗ് പവർ ഇൻ ദ എക്കോണമി. നമ്മുടെ എക്കോണമിയുടെ ടോട്ടൽ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് എന്തായിട്ട് പറയുന്നു? മണി സപ്ലൈ എന്നുള്ള രീതിയിലേക്ക് എടുക്കാം. അപ്പോൾ ഈ പണം ഉണ്ടെങ്കിലല്ലേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൊത്തം സാധനങ്ങളുടെ പർച്ചേസിംഗ് പവർ ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? മൊത്തം നമ്മുടെ രാജ്യത്തുള്ള മൊത്തം പണത്തിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ദ സപ്ലൈ ഓഫ് മണിയെ എന്തെന്ന് വിളിക്കുന്നു? സപ്ലൈ ഓഫ് മണി ഇൻഡിക്കേറ്റ് ദ ടോട്ടൽ പർച്ചേസിംഗ് പവർ ഇൻ ദ എക്കോണമി. നമ്മുടെ എക്കോണമിയുടെ ടോട്ടൽ പർച്ചേസിംഗ് പവർ ആണ് ഏതെന്ന് പറയുന്നത്? സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത്. ആ സപ്ലൈ ഓഫ് ദ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് നോക്കാം. ഞാൻ അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ പറഞ്ഞതിലും നോക്കാം. Currency note and coins are used as money because they have generally acceptability and the legal backing of the government. നമ്മുടെ ഗവൺമെന്റിന്റെ എന്താണ് ജനറൽ ആയിട്ട് അക്സെപ്റ്റബിലിറ്റിയും അതേപോലെ തന്നെ ലീഗൽ ബാക്കിംഗ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കറൻസി നോട്ടുകളും കോയിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജനറലി ആക്സെപ്റ്റ് ചെയ്യുന്നത്. So as they circulated because the order of the government, they are called the fiat money. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, what is the meaning of fiat money? ഫിയറ്റ് മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള നോട്ടുകളും കോയിൻസ് ഒക്കെ ഒരു ഫിയറ്റ് മണിയാണ്. അതെന്താ? ഗവൺമെന്റിന്റെ ഒരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആക്സെപ്റ്റബിലിറ്റി അതേപോലെ ലീഗൽ ബാക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആസ് ദേ സർക്കുലേറ്റ് ബിക്കോസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റിന്റെ ഓർഡറിനനുസരിച്ച് കൊണ്ടാണ് ഈ നോട്ടുകളും കോയിൻസ് ഒക്കെ നമ്മുടെ എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പണത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫിയറ്റ് മണി എന്ന് വിളിക്കുന്നു. ഫിയറ്റ് മണി എന്ന് വിളിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് കൂടി ഉണ്ട്, ദ ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നതുണ്ട്. ലീഗൽ ടെൻഡർ മണി. അപ്പോൾ ഈ ഫിയറ്റ് മണിയെ നമ്മൾ എന്തോ കൊടുക്കുന്നുണ്ട്? ഗവൺമെന്റ് അതോറിറ്റി അതിനെ ബാക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ദ ലീഗൽ ടെൻഡർ മണി എന്നും കൂടി വിളിക്കാറുണ്ട്. ദേ ആർ ആൾസോ കോൾഡ് ദ ലീഗൽ ടെൻഡർ മണി. ലീഗൽ ടെൻഡർ മണി ബിക്കോസ് ദ ലീഗലി ബാക്കിംഗ് ഓഫ് ദ മോണിറ്ററി അതോറിറ്റി. നമ്മുടെ മോണിറ്ററി അതോറിറ്റി ആയിട്ടുള്ള RBI അതിനെ നിയമപരമായിട്ട് അതിനെ ബാക്കിംഗ് ചെയ്യുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കറൻസി നോട്ടുകളെയും കോയിനുകളൊക്കെ എന്തെന്ന് വിളിക്കുന്നു? ലീഗൽ ടെൻഡർ മണി എന്നുള്ള രൂപത്തിൽ വിളിക്കുന്നു. ദെൻ RBIയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് RBIയുടെ ദ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്ന് പറയണം. ഇതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ബോർഡിലേക്ക് നോക്കാം. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. Measures of money supply are commonly classified into 4 categories: M1, M2, M3 and M4. M1, M2, M3 and M4 എന്നുള്ള രീതിയിൽ 4 മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4ന് ഓരോ ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് നന്നായി പഠിക്കേണ്ടതാണ്. കഴിഞ്ഞ 4-5 കൊല്ലങ്ങളായിട്ട് പരീക്ഷയ്ക്ക് ഈ ഒരു ഏരിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം അതിൽ കാണാം. അപ്പോൾ അതിൽ M1 എന്ന് പറയുന്നത് M1 is equal to CU plus DD, currency held by the public plus the demand deposits of the commercial bank. ഓരോ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കറൻസി CU എന്ന് പറയുന്നത് കറൻസി ഹെൽഡ് ബൈ ദ പബ്ലിക്
കോയിൻസും കറൻസികളൊക്കെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കോയിൻസും കറൻസികളൊക്കെ CU എന്ന് പറയുന്നതിലും ദെൻ DD എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ദ കൊമേഴ്സ്യൽ ബാങ്ക്. അപ്പോൾ CU പ്ലസ് DD ആണ് M1 എന്ന് പറയുന്ന മെഷേഴ്സ് ഓഫ് മണി സപ്ലൈയിൽ വരുന്നത്. ദെൻ M2 എന്ന് പറയുന്നത് M1, ഈ M1 പ്ലസ് സേവിംഗ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കയ്യിൽ കൂടാതെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളുടെ കയ്യിലിരിക്കുന്ന സേവിംഗ് ഡെപ്പോസിറ്റുകളും M1 കൂടി ചേർന്നതാണ് ഏതെന്ന് പറയുന്നത് M2 എന്ന് പറയുന്നത്. അപ്പോൾ M1 ഓൾറെഡി നമ്മൾ പറഞ്ഞു, M1 എന്ന് പറയുന്നത് CU പ്ലസ് DD ആണ്. M2 എന്ന് പറയുന്നത് M1 പ്ലസ് സേവിംഗ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക്സ്. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളുടെ കയ്യിലിരിക്കുന്ന കൊമേഴ്സ്യൽ ബാങ്കുകളുടെ കയ്യിലിരിക്കുന്ന സേവിങ്സ് ആണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ദ കൊമേഴ്സ്യൽ ബാങ്ക്. ഇവിടെ ഈ M1 തന്നെ സേവിംഗ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ആണ് M2 എന്ന് പറയുന്നത്. ദെൻ M3 എന്ന് പറയുന്നത് M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് ദ കൊമേഴ്സ്യൽ ബാങ്ക്. ഇവിടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ദ കൊമേഴ്സ്യൽ ബാങ്ക് ആണ്, എന്നാൽ ഇവിടെ M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് ദ കൊമേഴ്സ്യൽ ബാങ്ക്. നെറ്റ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിശ്ചിത കാലാവധിക്കുള്ള ഡെപ്പോസിറ്റുകൾ അല്ലേ. നമ്മളൊരു 10 കൊല്ലത്തിന് 1 ലക്ഷം രൂപ ഇട്ടു. അപ്പോൾ ആ 10 ലക്ഷം നെറ്റ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ ടൈം ഡെപ്പോസിറ്റിൽ വരുന്ന മിച്ചമായിട്ട് വരുന്ന ആ ടൈം ഡെപ്പോസിറ്റിൽ മിച്ചമായിട്ട് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിലിരിക്കുന്ന പണമാണ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. അതും M1 കൂടി ചേർന്നതാണ് M3 എന്ന് പറയുന്നത്. ഈ M3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും കൂടുതലായിട്ട് നമ്മുടെ മോണിറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒരു മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ആണ് M3 എന്ന് പറയുന്നത്. ദെൻ M4 എന്ന് പറയുന്നത് M3 പ്ലസ് ഇതുവരെയുള്ള ഇക്വേഷൻസ് ശ്രദ്ധിക്കുക, അതിലൊക്കെ M1 ആണുള്ളത് അല്ലേ. M2ലും M3ലും M1 ആണുള്ളത്, എന്നാൽ M4ലുള്ളത് M3 ആണ്. M3 പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ആ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റും അതേപോലെ തന്നെ M3യും ചേർന്നതാണ് M4 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണത്തെ നാരോ മണി ആൻഡ് ബ്രോഡ് മണി എന്നുള്ള രീതിയിൽ അല്ലേ, നാരോ മണി ആൻഡ് ബ്രോഡ് മണി എന്നുള്ള രീതിയിൽ ക്വാളിറ്റി ഓഫ് മണി ഏറ്റവും കൂടുതൽ നാരോ മണി ആൻഡ് ബ്രോഡ് മണി എന്നുള്ള 2 ക്ലാസിഫിക്കേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. M1 ആൻഡ് M2നെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? നാരോ മണി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. ദെൻ M3 ആൻഡ് M4 ഇറ്റ് ഈസ് കോൾഡ് ദ ബ്രോഡ് മണി. അപ്പോൾ ഇവിടെ ബ്രോഡ് മണി, നാരോ മണി എന്താണ്, ബ്രോഡ് മണി എന്താണെന്നുള്ളത് പറഞ്ഞു. M1 M2 എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? നാരോ മണി എന്നുള്ള രീതിയിലും M3 ആൻഡ് M4 എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ബ്രോഡ് മണി എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദെൻ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ M3 ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. M3യെ കുറിച്ച് പറയുന്നത് M3 ഈസ് ദ കോൾഡ് ദ അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ് എന്നുള്ള രീതിയിൽ എന്ന് ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് മണി സപ്ലൈ. നമ്മുടെ എക്കോണമിയിലെ മെഷർ ഓഫ് മണി സപ്ലൈ എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് ഉപയോഗിക്കാറ്? M3 ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ആണ് ഡിറ്റർമിനൻസ് ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മണി സപ്ലൈ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR, അതേപോലെ തന്നെ CDR, RDR എന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മണി സപ്ലൈ ഓഫ് ദ എക്കോണമി. നമ്മുടെ എക്കോണമിയിലെ പണത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങളിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് കറൻസി ഡെപ്പോസിറ്ററി റേഷ്യോ, അതല്ലെങ്കിൽ CDR എന്ന് പറയുന്നത്. കറൻസി ഡെപ്പോസിറ്ററി റേഷ്യോ എന്ന് പറയുന്നത് CDR, കറൻസി ഡെപ്പോസിറ്ററി റേഷ്യോ CDR. CDR is equal to CU by DD. It is the ratio of money supply, ratio of the money held by the public in the currency is to that they hold in bank deposit. അതിൻ്റെ അർത്ഥം CDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൊമേഴ്സ്യൽ ബാങ്കിൽ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് 100 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു. ആ 100 രൂപയിൽ നിന്ന് നിങ്ങൾ 20 രൂപ നിങ്ങൾ തിരിച്ച് വീണ്ടും നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു.
നോക്കാം. ദ റേഷ്യോ ഓഫ് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് ഇൻ കറൻസി ഈസ് ടു ദാറ്റ് ദേ ഹോൾഡ് ഇൻ ബാങ്ക് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇവിടുത്തെ CDR എന്ന് പറയുന്നത് എന്തായിരിക്കും? CU, നിങ്ങൾ 20 രൂപ എടുത്തു, എത്ര രൂപ ബാങ്കിലിട്ടതിൽ നിന്ന്? 100 രൂപ ബാങ്കിലിട്ടു, ആ ബാങ്കിലിട്ടതിൽ നിന്ന് 20 രൂപ നിങ്ങൾ തിരിച്ചെടുത്തു. അപ്പോൾ CDR എന്ന് പറയുന്നത് എത്രയാണ്? 0.2% ആണ്. അപ്പോൾ 0.2% ആണ് CDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 100 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിൽ നിന്ന് നിങ്ങൾ എത്ര പൈസ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ തിരിച്ചെടുക്കുന്നു എന്നതാണ് CDR എന്ന് പറയുന്നത്. CDRന്റെ ഒരു പ്രത്യേകത, ഈ ഫെസ്റ്റിവൽ സീസൺ, ഓണം, വിഷു, പെരുന്നാൾ, അല്ലെ ദീപാവലി, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുള്ള അവസ്ഥ ആണെന്നുണ്ടെങ്കിൽ CDRന്റെ റേറ്റ് നമ്മുടെ എക്കോണമിയിൽ കൂടുതലായിരിക്കും, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പെരുന്നാൾ വന്ന സമയത്ത്, വിഷു വന്ന സമയത്ത്, ഓണമൊക്കെ വന്ന സമയത്ത് ഓരോരുത്തർ ATMന്റെ അവിടെ ഭയങ്കര ക്യൂ അല്ലേ? ATMന്റെ അവിടെ പോകുന്നു, ഒരു ATMൽ പൈസ ഇല്ലെങ്കിൽ അടുത്ത ATMന്റെ അവിടേക്ക് പോകുന്നു, അവിടെയും പൈസ ഉണ്ടാവില്ല, അതിൻ്റെ അടുത്ത ATMലേക്ക് പോകുന്നു, പൈസ ഇല്ലാത്ത അവസ്ഥ. കാരണം എന്താ? ഉള്ള എല്ലാ ATMയിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? CDR റേറ്റ് ആ സമയത്ത് കൂടുതലാണ്. അപ്പോൾ ഫെസ്റ്റിവൽ സീസണിൻ്റെ ഒക്കെ സമയത്ത് CDR റേറ്റ് കൂടുതലായിരിക്കും. CDR റേറ്റ് കൂടുതലാകുമ്പോൾ എക്കോണമിയിൽ ദ വെലോസിറ്റി ഓഫ് ദ സർക്കുലേഷൻ ഓഫ് മണി കൂടും, നമ്മൾ ട്രാൻസാക്ഷൻസ് വർദ്ധിക്കും, അല്ലേ? ഫെസ്റ്റിവലിൻ്റെ സമയത്തൊക്കെ ഓരോരുത്തർ സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിക്കുന്നത് ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള പണത്തിൻ്റെ സപ്ലൈ ഏറ്റവും കൂടുതലുള്ള ഒരു അവസ്ഥയാണ് ഫെസ്റ്റിവൽ സീസൺസിൻ്റെ ഒക്കെ സമയം. അപ്പോൾ CDR എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പണത്തിൻ്റെ സപ്ലൈയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. ഡിറ്റർമിനൻസ് ഓഫ് മണി സപ്ലൈയിൽ ഒന്നാമത്തേതാണ് CDR എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഒരു പോയിന്റ് പറയേണ്ടതുണ്ട്. അടുത്ത പോയിന്റ് കൂടി പറയാം. ഇവിടെ റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ, RDR എന്ന് പറയാം. RDR എന്ന് പറയുന്നത്, നിങ്ങൾ കൊമേഴ്സ്യൽ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, ആ ഡെപ്പോസിറ്റ് ചെയ്തതിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എമൗണ്ട് കൊമേഴ്സ്യൽ ബാങ്ക് റിസർവ് ബാങ്കിൽ, അല്ലെങ്കിൽ അവിടെ കൊമേഴ്സ്യൽ ബാങ്ക് അവരുടെ ബാങ്കുകളിൽ റിസർവ് ആക്കി വെക്കും. ഒന്നുകൂടി പറയാം, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൽ ഒരു നിശ്ചിത ഭാഗം എമൗണ്ട് കൊമേഴ്സ്യൽ ബാങ്ക് റിസർവ് ആക്കി വെക്കും. ആ റിസർവ് ആക്കി വെക്കുന്ന റേഷ്യോനെയാണ് വിളിക്കുന്നത് റിസർവ് ഡെപ്പോസിറ്ററി റേഷ്യോ, അതല്ലെങ്കിൽ RDR എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ടോട്ടൽ ഡെപ്പോസിറ്റ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് കീപ് ആസ് എ റിസർവ്. കൊമേഴ്സ്യൽ ബാങ്കിന് ലഭിക്കുന്ന ടോട്ടൽ ഡെപ്പോസിറ്റുകളിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് അവർ റിസർവ് ആക്കി അവിടെ സൂക്ഷിച്ചു വെക്കുന്നു, അവരെത്ര റിസർവ് ആക്കി വെക്കുന്നു എന്ന റേറ്റാണ് ഏതെന്ന് പറയണത്? റിസർവ് RDR അല്ലെങ്കിൽ റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. RDR ഈസ് ഈക്വൽ ടു R/DD. R/DD എന്ന് പറഞ്ഞാൽ മൊത്തം ലഭിക്കുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റുകളിൽ എത്ര എമൗണ്ട് അവർ റിസർവ് ആക്കി വെക്കുന്നു, R/DD എന്നുള്ളത്. അപ്പോൾ ഇവിടെ CDR ആൻഡ് RDR ആണ് മണി സപ്ലൈ നിയന്ത്രിക്കുന്ന രണ്ട് ഘടകങ്ങൾ. ഇത് കൂടാതെ ഇനിയുമുണ്ട്, അത് അടുത്തത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു റിസർവ് ആക്കി വെക്കുന്നു എന്ന് പറഞ്ഞു. കൊമേഴ്സ്യൽ ബാങ്ക് അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റിൽ ഒരു നിശ്ചിത ഭാഗം അവർ RDR നടത്താറുണ്ട് എന്ന് പറഞ്ഞു. ആ RDR നടത്തുന്നത് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ്: ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതേപോലെ തന്നെ ഒന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്, വോൾട്ട് ക്യാഷ് എന്ന് പറയുന്നത്, വോൾട്ട് ക്യാഷ് എന്നുള്ള രൂപത്തിൽ വെക്കും. വോൾട്ട് ക്യാഷ് എന്ന് പറയുന്നത് ഒരു ബാങ്കിലെ അടച്ചുറപ്പുള്ള റൂമിനെയാണ്, അല്ലെങ്കിൽ ലോക്കറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വോൾട്ട് റൂം എന്ന് പറയുന്നത്. വോൾട്ട് ക്യാഷ്, ഇവിടെ ഞാൻ എഴുതിയതിൻ്റെ സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട്. വോൾട്ട് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടാണ്, വോൾട്ട് VAULT, വോൾട്ട് ക്യാഷ് എന്ന് പറയുന്നത്. വോൾട്ട് ക്യാഷ് എന്ന് പറയുന്നത് ഒരു അടച്ചുറപ്പുള്ള ഒരു റൂമിൽ പൈസ സൂക്ഷിക്കുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത്? വോൾട്ട് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക് അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റിൽ ഒരു നിശ്ചിത ഭാഗം അവർ വോൾട്ട് ക്യാഷ് ആയിട്ട് വെക്കുന്നു. ഒരു നിശ്ചിത ഭാഗം CRR, ക്യാഷ് റിസർവ് റേഷ്യോ, CRR എന്നുള്ള രീതിയിൽ വെക്കുന്നു.
കുറച്ച് ഭാഗം SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR എന്നുള്ള രീതിയിൽ വയ്ക്കുന്നു. ദെൻ അതേപോലെ തന്നെ മണി സപ്ലൈ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകമാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. നമുക്കിതിനെ ഓരോന്നിനെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാം. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ നമ്മൾ CDR, RDR, അതോടൊപ്പം പറഞ്ഞതുപോലെ അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടതാണ് ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യം ക്യാഷ് റിസർവ് റേഷ്യോ CRR എന്ന് പറഞ്ഞത് വോൾട്ട് ക്യാഷ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൊമേഴ്സ്യൽ ബാങ്കിന് ലഭിക്കുന്ന ഡെപ്പോസിറ്റിൽ ഒരു നിശ്ചിത ശതമാനം പൈസ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സ്യൽ ബാങ്ക് അവരുടെ അടച്ചുറപ്പുള്ള റൂമിൽ വോൾട്ട് റൂമുകളിൽ സൂക്ഷിക്കുന്നു. ആ വോൾട്ട് റൂമുകളിൽ സൂക്ഷിക്കുന്നതിനെ വോൾട്ട് ക്യാഷ് എന്ന് പറയും. ആ വോൾട്ട് ക്യാഷ് തന്നെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് ക്യാഷ് റിസർവ് റേഷ്യോയും അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ബാങ്കിന് ലഭിക്കുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത certain പെർസെൻറ്റേജ് കൊമേഴ്സ്യൽ ബാങ്ക് എവിടെ സൂക്ഷിക്കണം, റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. ആ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു, CRR, ക്യാഷ് റിസർവ് റേഷ്യോ CRR എന്ന് വിളിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അതും അതേപോലെ തന്നെയാണ്. കൊമേഴ്സ്യൽ ബാങ്കിന് ലഭിക്കുന്ന ഡെപ്പോസിറ്റിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എമൗണ്ട് ഗവൺമെൻറ് RBI ഇറക്കുന്ന ബോണ്ടുകളിലോ ഡിബഞ്ചേഴ്സുകളിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആ റേഷ്യോ ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അടുത്തത് മണി സപ്ലൈ നിയന്ത്രിക്കുന്ന മറ്റൊരു പോയിന്റാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ചാർജ് ഫോർ ദി ഫസ്റ്റ് ക്ലാസ് സെക്യൂരിറ്റീസ് ഓഫ് ദ കൊമേഴ്സ്യൽ ബാങ്ക്. ഇപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊമേഴ്സ്യൽ ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ അടുത്ത് എന്തെങ്കിലും ഫസ്റ്റ് ക്ലാസ് സെക്യൂരിറ്റി ഡിസ്കൗണ്ടിന് വേണ്ടി കൊടുക്കുമ്പോൾ RBI ചുമത്തുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ CRR, SLR, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, അതേപോലെ തന്നെ CDR, RDR ഇവയൊക്കെയാണ് മണി സപ്ലൈ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. ദ നെക്സ്റ്റ് വൺ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഹൈ പവേർഡ് മണി എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് ദ മോണിറ്ററി അതോറിറ്റി ഓഫ് കൺട്രി. മോണിറ്ററി അതോറിറ്റി ഓഫ് കൺട്രി എന്ന് പറയുന്നത് ആരാണ്? RBIയുടെ ഒരു ലയബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹൈ പവേർഡ് മണി. ഇറ്റ് ഈസ് കോൾഡ് ദ മോണിറ്ററി ബേസ് ഓർ ഹൈ പവേർഡ് മണി. അപ്പോൾ മോണിറ്ററി ബേസ് അല്ലെങ്കിൽ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി സർക്കുലേറ്റഡ് ബൈ ദ RBI ഇൻ ദ എക്കോണമി. എക്കോണമിയിൽ RBI സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം നോട്ടുകളും കോയിൻസും ആ ബാങ്കിലും ഈ ബാങ്കിലും ഒക്കെ എല്ലാവരുടെ കയ്യിലിരിക്കുന്ന പണത്തെയാണ് ഏതെന്ന് പറഞ്ഞാൽ ഹൈ പവേർഡ് മണി നോക്കുന്നത്. അപ്പോൾ കറൻസി വിത്ത് ദ പബ്ലിക്, ദാറ്റ് ഈസ് നോട്ട് ആൻഡ് കോയിൻസ്. പിന്നെ അതേപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ ഓഫ് ദ ബാങ്ക്. അപ്പോൾ ഹൈ പവേർഡ് മണി എന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് ആണ് CU പ്ലസ് RR. ഹൈ പവേർഡ് മണി ഈസ് ഈക്വൽ ടു CU, കറൻസി ഹെൽഡ് ബൈ ദ പബ്ലിക്. എന്തൊക്കെ നോട്ടുകളും കോയിനായിട്ട് ഇരിക്കുന്ന CU. അതേപോലെ തന്നെ റിസർവ് ബാങ്കുകളിൽ കൊമേഴ്സ്യൽ ബാങ്കുകളിലും റിസർവ് ബാങ്കിലൊക്കെ റിസർവ് ആക്കി വെച്ചിരിക്കുന്ന എമൗണ്ട്, അതൊക്കെ കൂടിയതാണ് ഏതെന്ന് പറയുന്നത് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഹൈ പവേർഡ് മണി എന്നുള്ള ടേം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദ നെക്സ്റ്റ് വൺ, എങ്ങനെയാണ് എക്കോണമിയിൽ കൊമേഴ്സ്യൽ ബാങ്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ, പണം എങ്ങനെയാണ് അവർ വായ്പ കൊടുക്കാനുള്ള പണം എങ്ങനെ അവർ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിവിടെ ഒരു കണക്ക് തന്നിട്ടുണ്ട്. സപ്പോസ് ദർ ഈസ് ആൻ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഓഫ് 1000, ഒരു 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ബാങ്കിലുള്ള ലെൻഡിങ് റേറ്റ് എത്രയാണ്? 20% ആണ്. 20% 100 രൂപയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ 20% എന്നുള്ള രീതിയിൽ 2%, 0.2% എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാങ്ക് 20% ആവുമ്പോൾ ഒരു ബാങ്കിൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ട്, ഡെപ്പോസിറ്റ് ആയിട്ട് 1000 രൂപ ഉണ്ട്. സപ്പോസ് ഒരു തേർഡ് പേഴ്സൺ വന്ന് ലോണ് ചോദിക്കുന്നു. അപ്പോൾ ലോൺ ചോദിക്കുമ്പോൾ ബാങ്ക് 20% ലെൻഡിങ് റേറ്റ് ഇതാക്കിയിട്ടാണ് അത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ദ ബാങ്ക് ഹാവ് കീപ് ₹200, 20%, 1000ന്റെ 20% ആയിട്ടുള്ള 200 അവിടെ കീപ്പ് ചെയ്യുകയും ഈ 200 അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് അവരുടെ കയ്യിൽ കീപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ബാക്കി എത്ര, 1000ൽ നിന്ന് 200 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര എമൗണ്ട് ഉണ്ട്? 80
ഉണ്ട് 800 ഉണ്ട്. ആ 800 അയാൾ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വ്യക്തിക്ക് ലോൺ അനുവദിക്കും. ആ ലോണ് എങ്ങനെ അനുവദിക്കുക, അയാൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അക്കൗണ്ടിലൂടെയാണ് കൊടുക്കുക. ഓൾ ദ ട്രാൻസാക്ഷൻ ആർ റൂട്ടഡ് ത്രൂ ദ ബാങ്ക്. ഇങ്ങനെയാണ് ബാങ്ക് ചെയ്യുന്നുണ്ട്. ദ ബോറോവർ വിത്ഡ്രോ ഹിസ് 800 rupees. അദ്ദേഹത്തിൻ്റെ 800 rupees അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഫോർ മേക്കിംഗ് ദ പേയ്മെന്റ് വിച്ച് ആർ റൂട്ടഡ് ത്രൂ ദ ബാങ്ക് ഇൻ ദ ഫോം ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഒരു ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങുകയും ആ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, 800 അദ്ദേഹത്തിന് അനുവദിക്കുകയും ചെയ്യും. രൂപ ലഭിക്കുന്ന ഡെപ്പോസിറ്റിൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ 20% അവിടെ എടുത്തു, അതായത് 200 രൂപ അവിടെ കീപ്പ് ചെയ്യുകയും ബാക്കി 80%, അതായത് 800 rupees എന്ത് ചെയ്യുന്നു, ലോൺ അനുവദിക്കുകയും ചെയ്തു. ആ ലോണ് ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ടിലൂടെ കൊടുക്കും. അങ്ങനെ ബാങ്ക് 800 ഡെപ്പോസിറ്റ് ലഭിക്കുമ്പോൾ അതിന്റെ വീണ്ടും 20%, ആ 800ന്റെ 20% എന്ന് പറഞ്ഞാൽ 160 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിസർവ് ആക്കി വെക്കും. അപ്പോൾ ആദ്യം എത്ര റിസർവ് ആക്കി വെച്ചു, 200 വെച്ചിട്ടുണ്ട്. പിന്നെ എത്ര റിസർവ് ആക്കി വെക്കുന്നു, 160 റിസർവ് ആക്കി വെക്കും. ബാക്കി എത്ര അവർ ലോൺ കൊടുക്കും, 640 ലോൺ കൊടുക്കും. ആ 640 ലോൺ കൊടുക്കുമ്പോൾ അതും മറ്റൊരു അക്കൗണ്ടിലൂടെയാണ് കൊടുക്കുക. ഇനി ആ 640യുടെ 20% എന്ത് ചെയ്യുന്നുണ്ട്, 4 അല്ലേ, 4 2 8 6 2 12 128 രൂപ അവര് റിസർവ് ആക്കി വെക്കും. ബാക്കി എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ലോൺ കൊടുക്കും. ഇത് നമുക്കൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിലൂടെ നമുക്ക് ഇവിടെ കാണാം. ഇതിൽ നോക്കാം, ഇനീഷ്യൽ ഡെപ്പോസിറ്റ്, ബാങ്കിന് ലഭിക്കുന്ന ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 1000 രൂപയാണ്. ആ ലെൻഡിങ് റേറ്റ് എത്രയാണ്, 20% ആണ്. 20% ആണ് ഇതിൻ്റെ ലെൻഡിങ് റേറ്റ് വരുന്നത്. അപ്പോൾ ലെൻഡിങ് റേറ്റ് വരുമ്പോൾ ബാക്കി 800 ലോണായിട്ട് കൊടുക്കും. അപ്പോൾ ബാങ്ക് ക്യാഷ് ആയിട്ട് റിസർവ് ആക്കി വെക്കുക എത്ര രൂപയാണ്, 200 രൂപ റിസർവ് ആക്കി വെക്കും. 200 രൂപ റിസർവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇനി ബാങ്കിന് ലഭിക്കുന്ന ഡെപ്പോസിറ്റ് എന്താ, ആ ലോൺ കൊടുത്തുള്ള 800 ആണ്. മറ്റൊരാൾക്ക് ഒരു അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ 800 കൊടുക്കും. ആ 800ന്റെ 20% 640 എന്ത് ചെയ്യുന്നുണ്ട്, ലോണായിട്ട് കൊടുക്കും. അതിന്റെ 800ന്റെ 20% ദാറ്റ് ഈസ് 160 rupees റിസർവ് ആക്കി വെക്കും. ഇനി 800ന്റെ 160 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്, 640. ആ 640 rupees ആണ് വീണ്ടും അടുത്ത റൗണ്ടിലേക്ക്, സെക്കൻഡ് റൗണ്ടിലേക്ക് ലോണുകളായി ഡെപ്പോസിറ്റ് അവർക്ക് ലഭിക്കുന്നത്. ആ ഡെപ്പോസിറ്റിന്റെ 640യുടെ 20% എന്ന് പറഞ്ഞാൽ 128 അവർ റിസർവ് ആക്കി വെക്കും. ബാക്കി എമൗണ്ട് അവർ ലോൺ കൊടുക്കും. ആ ലോൺ എമൗണ്ട് അല്ലെ 512 ഇവിടെ ഇതാക്കി വരും. അതിന്റെ 20% ഇവിടെ റിസർവ് ആക്കി വെക്കുന്നു. ദെൻ ബാക്കി അങ്ങനെ ഓരോ എമൗണ്ട് വരും. ഫൈനലി ഡെപ്പോസിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 5000 വരും. ലോണ് ടോട്ടൽ ചെയ്യുമ്പോൾ 4000 വരും. ദെൻ ക്യാഷ് റിസർവ് ആക്കി വെക്കുമ്പോൾ 1000 വരും. അപ്പോൾ എത്ര രൂപയിലാണ് ഡെപ്പോസിറ്റ് തുടങ്ങിയത്, 1000 രൂപ. അതേ 1000 രൂപ തന്നെ ബാങ്കിൽ റിസർവ് ആക്കി വരുന്നു. അതായത് ദ മണി മൾട്ടിപ്ലയർ ഈസ് ഇക്വൽ ടു 1 ദ ലെൻഡിങ് റേറ്റ് ആണ്. 1 ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ലെൻഡിങ് റേറ്റ് 20% ആണ്. ദാറ്റ് ഈസ് 20% എന്ന് പറഞ്ഞാൽ 0.2 ആണ്. Therefore, money multiplier equal to 1 the 0.2 അല്ലെങ്കിൽ ലെൻഡിങ് റേറ്റ് ഈസ് ഇക്വൽ ടു 5. അപ്പോൾ ഇവിടെ എത്ര ശതമാനത്തോളം മണി മൾട്ടിപ്ലയർ നടന്നിട്ടുണ്ട്, 5 times, അല്ലെങ്കിൽ മണി മൾട്ടിപ്ലയർ 5 times എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ മണി സപ്ലൈ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ക്രെഡിറ്റ് ക്രിയേഷൻസ് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാൻ. ദെൻ അടുത്ത ടേമാണ് മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്ന ഒരു ടേം. ഇതോടെ ഈ മണി മൾട്ടിപ്ലയർ കഴിഞ്ഞാൽ അടുത്ത കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ആണ്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മണി മൾട്ടിപ്ലയർ എന്നുള്ള ഭാഗം കൂടി നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ദ റേഷ്യോ ഓഫ് സ്റ്റോക്ക് ഓഫ് മണി ടു സ്റ്റോക്ക് ഓഫ് ഹൈ പവേർഡ് മണി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്റ്റോക്ക് ഓഫ് മണി. സ്റ്റോക്ക് ഓഫ് മണി എന്നുള്ളതിന് M ടു ദ സ്റ്റോക്ക് ഓഫ് ഹൈ പവേർഡ് മണി H എന്നുള്ളത്. അപ്പോൾ മണി മൾട്ടിപ്ലയർ MM ഈസ് ഇക്വൽ ടു റേഷ്യോ ഓഫ് മണി സപ്ലൈ ടു ഹൈ പവേർഡ് മണി. റേഷ്യോ ഓഫ് മണി സപ്ലൈ ടു ഹൈ പവേർഡ് മണി ഇറ്റ് ഈസ് നോൺ ആസ് മണി മൾട്ടിപ്ലയർ. ആ മണി മൾട്ടിപ്ലയർ നമ്മൾ അവിടെ കണ്ടെത്തിയില്ലേ, 5 ആണെന്നുള്ള ഉത്തരം കിട്ടിയില്ലേ. ആ 5 എങ്ങനെയാണ് അത് കണ്ടെത്തേണ്ട മറ്റൊരു ഇക്വേഷൻ ആണ് റേഷ്യോ ഓഫ് മണി സപ്ലൈ ടു ഹൈ പവേർഡ് മണി.
Therefore, അതിനെ മറ്റു രീതിയിൽ പറയാം. നമ്മൾ CDRും RDRും വെച്ചുകൊണ്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാം. CDRും RDRും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാം. അതായത് 1 + CDR divided by CDR plus RDR, അതിന്റെ ആൻസർ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നേരത്തെ കണക്ക് പ്രകാരം മണി മൾട്ടിപ്ലയർ എന്നുള്ളത് 5 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ആ മണി അപ്പോൾ നമുക്കൊരു 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ആ ഡെപ്പോസിറ്റിന്റെ ലെൻഡിങ് റേറ്റ് 20% എന്നുള്ള രീതിയിൽ ലെൻഡിങ് റേറ്റ് സൂക്ഷിച്ചു വെച്ചപ്പോൾ ബാങ്ക് എത്ര രൂപ റിസർവ് ആക്കി വെച്ചു? അവസാനം 1000 രൂപ തന്നെ റിസർവ് ആക്കി വെച്ചു. അപ്പോൾ അത് അവിടെ മണി മൾട്ടിപ്ലയർ എത്ര നടന്നിട്ടുണ്ട്? 5 ടൈംസ് നടന്നിട്ടുണ്ട്. അപ്പോൾ മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് money supply to high powered money, or the another equation 1 + CDR divided by CDR plus RDR, it is known as it is greater than 1, it is known as the money multiplier. അപ്പോൾ ഇത്രയും ഏരിയ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. ബാർട്ടർ സിസ്റ്റം എവല്യൂഷൻസ് ഓഫ് മണിയെ കുറിച്ച് പറഞ്ഞു. ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്സ്, ഫങ്ഷൻസ് ഓഫ് മണി അതിൻ്റെ വിശദീകരിച്ചിട്ട് അതിൻ്റെ ബേസിസ് പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ, ദെൻ ഡെവലപ്മെൻറ്റൽ കണ്ടിജൻറ്റ് ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ വാൾക്കറുടെ ഡെഫിനിഷൻസ് പറഞ്ഞു. ആ വാൾക്കറുടെ ഡെഫിനിഷൻസിനോട് ബന്ധപ്പെട്ട് ഫങ്ഷൻസ് ഓഫ് മണിയെ ഡിസ്കസ് ചെയ്തു. ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി കഴിഞ്ഞാൽ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ M1, M2, M3 ആൻഡ് M4 ഇവയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗമാണ് മണി സപ്ലൈ, ഹൈ പവേർഡ് മണി, CDR, RDR, CRR, SLR, ബാങ്ക് റേറ്റ് തുടങ്ങിയ കുറിച്ചൊക്കെ പറഞ്ഞു. ഫൈനലി നമ്മൾ മണി മൾട്ടിപ്ലയറിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ക്ലാസ്സുകളിൽ 2 ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്കും ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കും സ്റ്റെറിലൈസേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.